ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സുകളിൽ എടുത്ത കണ്ടന്റ് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലെ. അതില് ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയില് എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് നോക്കിയേക്കുന്നത്? ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഓർഗാനിക് കെമിസ്ട്രിയില് സിംഗിൾ ബോണ്ട് വന്ന എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെ, ആൽക്കെയിൻ ആണ്. ദെൻ ഡബിൾ ബോണ്ട് വന്ന ആൽക്കീൻ, അതിൽ എന്ത് ഹൈബ്രിഡൈസേഷൻ ആ? sp2. ട്രിപ്പിൾ ബോണ്ട് വന്ന sp ആൽക്കൈൻ അല്ലെ. അങ്ങനെ ആ ചാപ്റ്ററിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ എടുത്തു അല്ലെ. ക്ലാസിഫിക്കേഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചു മീനാക്ഷി, ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യം പറയേണ്ടി വരും. കേട്ടോ. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് തുടങ്ങാം. കേട്ടോ. ഓക്കെ, ദെൻ ഹരി ഇവിടെ ഒന്ന് പറയേണ്ടി വരും. കേട്ടോ. ഓക്കെ, തുടങ്ങാം. ആൽക്കെയിൻ ഒരുമിച്ച് പറഞ്ഞ ആദ്യം. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ദെൻ ഹാലജൻ, ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അമീൻ, amide, ester, ether, nitrile, acyl halide, nitrocommon. 15. ഓക്കെ, അപ്പൊ അങ്ങോട്ട് ഒന്നും അറിയാലും കുഴപ്പമില്ല. ഏകദേശം ഓർഡറിൽ 15 ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഓർത്ത് നോക്കാം. ദെൻ നിങ്ങൾ റീചെക്ക് ചെയ്യേണ്ടതാണ് ഈതർ എന്താണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. വിമൽ പറയുന്നു ആർ ഒ ആർ ഉണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ കിട്ടണം. ആൽഡിഹൈഡ് എന്തായിരിക്കും? CHO. അതിനെന്ത് വിളിക്കും? ആൽ അല്ലെ. ആൽഡിഹൈഡ് വന്ന ആൽ. കീറ്റോൺ C ഡബിൾ ബോണ്ടോ അല്ലെ. ഓക്കെ, ഓൺ എന്തായിരിക്കും? ഓൺ. കാർബോക്സിലിക് ആസിഡ് COOH എന്താ വിളിക്കുന്നത് നോമൻക്ലേച്ചറിൽ? ഓയിക് ഉണ്ടോ. അപ്പൊ കാർബോക്സിലിക് ആസിഡ് ഓയിക്. ആൽഡിഹൈഡ് ആൽ. അങ്ങനെ കിട്ടണം. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞു. അതിലെ ഹോമോലിറ്റിക് ഫിഷൻ, ഹെട്രോലിറ്റിക് ഫിഷൻ, പിന്നെ എന്തൊക്കെ എടുത്തു? ഇൻഡക്റ്റീവ് എഫക്ട്, റെസണൻസ് ഒക്കെ എടുത്തില്ലേ? ഇൻഡക്റ്റീവ് എഫക്ട്, റെസണൻസ്, പിന്നെന്തെടുത്തു? ഹൈപ്പർ കോൺജുഗേഷൻ എടുത്തില്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയാണ് ആ ചാപ്റ്റർ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ പേരാണ് ഹൈഡ്രോകാർബൺ അല്ലെ. ഹൈഡ്രോകാർബണിൽ എന്തൊക്കെ എടുത്തു? ആൽക്കെയിൻ അല്ലെ. ആൽക്കെയിന്റെ ഫസ്റ്റ് നമ്മൾ എടുത്തത് ഹൈഡ്രോകാർബണിൽ എടുത്തത് നമ്മൾ അടുത്ത ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൽക്കെയിൻ ഫസ്റ്റ്. അത് നേരത്തെ എഴുതിയേക്കുന്ന ഡെഫിനിഷൻ വീണ്ടും തുടങ്ങി. എന്തായിരുന്നു? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് എന്തായിരുന്നു? സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഓൺലി അല്ലെ. ഓക്കെ, ജനറൽ ഫോർമുല CnH2n+2. ദെൻ നോമൻക്ലേച്ചർ ചെയ്തു. നോമൻക്ലേച്ചർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ അതിൽ ചെയ്തത് എന്തായിരുന്നു? ഐസോമറിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചേ മീനാക്ഷി ഉറക്കനെ. Structure of different same isomers of alkane corresponding to the molecular formula C6H14 also right there. C6H14 അല്ലെ. അതിന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ച് എടുത്തെഴുതി. കഴിഞ്ഞ ക്ലാസ്സിൽ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. അതിൽ ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അല്ലെ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. അതിലേക്ക് എന്താ ആഡ് ചെയ്തേ? ഹൈഡ്രജൻ ആൻഡ് പലേഡിയം അല്ലെ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആൽക്കെയിൻ. അത് കഴിഞ്ഞ നെക്സ്റ്റ് നമ്മൾ ഫ്രം ആൽക്കൈൽ ഹാലൈഡ് അല്ലെ. അതില് ഒരു ഇക്വേഷൻ എഴുതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്തായിരുന്നു? ഒരു പേരുണ്ടായിരുന്നു, റൂട്ട്സ് റിയാക്ഷൻ. WURTZ റൂട്ട്സ് റിയാക്ഷൻ. റൂട്ട്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എടുത്തത് എന്തായിരുന്നു? ഫ്രം കാർബോക്സിലിക് ആസിഡ് അതല്ലേ. അതിലെ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡീകാർബോക്സിലേഷൻ. അപ്പോ ഡീകാർബോക്സിലേഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എടുത്തത് എന്തായിരുന്നു? കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് അല്ലെ. കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് അതാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഫിസിക്കൽ പ്രോപ്പർട്ടി എഴുതിയോ നമ്മള്? ഇല്ല. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. ഹെഡിങ് എഴുതി വെക്കട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരാത്ത ആൾക്കാർ വീഡിയോ കാണണം. രണ്ടാമത് ഹരി നമുക്ക് ഇത്രയും കഴിഞ്ഞ 2-3 ക്ലാസ്സിന്റെ കണ്ടന്റ് ഒരുമിച്ച് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും? PDF ആയിട്ട് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഗ്രൂപ്പിൽ ഹരിയുടെ അടുത്ത് ഒന്ന് മെസ്സേജ് കേട്ടോ ഒന്ന് ഓർപ്പിക്കുക. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഹരി പ്ലീസ് സെൻഡ് PDF എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹരി ഓൾറെഡി ഇടും കേട്ടോ. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കേട്ടോ.
ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ മെയിൻ കണ്ടന്റ് ഒക്കെ ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ നേച്ചർ പറയണം ഫസ്റ്റ്. നേച്ചർ അല്ലെ, ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ലിക്വിഡ്. അതാണ് എന്ത് അല്ലെ, വാട്ടർ. ഞാൻ അതിന്റെ ബോയിലിംഗ് പോയിന്റ് പറയും, ഫ്രീസിംഗ് പോയിന്റ് പറയും. ഇതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഓർത്തു വെക്കാം, നമ്മള് ആൽക്കെയിൻ, ആൽക്കൈൻ അല്ലെ, അതൊക്കെ കണ്ടു. അതിന്റെ ആൽക്കെയിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, ANEയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇവിടെ ആദ്യം പറയുന്നത് ഫസ്റ്റ് 4 മെമ്പേഴ്സ് ഗ്യാസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ അല്ലെ, ബ്യൂട്ടൈൻ എങ്ങനെ ഇരിക്കും, ഗ്യാസ് ആണത്. അതാണ് ആദ്യം പറയുന്നത്. ദെൻ അടുത്ത മെമ്പേഴ്സുകളിൽ കുറച്ച് ലിക്വിഡ് ഉണ്ട്, പിന്നെ കുറച്ച് സോളിഡ് ഉണ്ട്. അതാണ് ഫസ്റ്റ് മെയിൻ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. പിന്നെ നേരെ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യം എഴുതാണ്. കാർബൺ ചെയിൻ ഇൻക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും, കൂടും. അതിന്റെ കാരണം അതിന്റെ മോളിക്കുലറിന്റെ മാസ് എന്ത് ചെയ്യും, കൂടും അല്ലെ. കാർബൺ ചെയിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളിക്കുലർ മാസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. പുറത്തു പോകും. കാർബണിന്റെ മാസ് അറിയാലോ, എത്രയാ, 12 അല്ലെ. കാർബണിന്റെ മാസ് അറിയില്ലേ, 12. ഓരോ കാർബൺ കൂടുമ്പോഴും മാസ് എന്ത് ചെയ്യും, കൂടും. അങ്ങനെ മാസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും, കൂടും. അങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നതുകൊണ്ട് ഒരു പോയിന്റ് കൂടും. ഇതാണ് മെയിൻ ആയിട്ട് പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് അതിന്റെ നേച്ചർ, സെക്കൻഡ് പോയിന്റ് എന്താ, ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് ബ്രാഞ്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും, കുറയും. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആൽക്കീനും ആൽക്കൈനും ഉള്ളത് മെയിൻ ആയിട്ട്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലാത്തിനും എന്താണ്, സെയിം ആണ് എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഒന്ന് തുടങ്ങാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടിയില് the first 4 members of alkane, the first 4 members of alkane. ബ്രാക്കറ്റ് എഴുതി വെക്കുക, ഏതൊക്കെയാണത്, മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. the first 4 members of alkane. ബ്രാക്കറ്റ് മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. are gases, are gases, are gases. നെക്സ്റ്റ് ലൈനില് C5 C17, C5 എന്ന് പറയുമ്പോൾ എന്താ, പെന്റെയിൻ അല്ലെ. C5 C17, C5 C17 ഹൈഫൺ എഴുതി വെക്കുക. ലിക്വിഡ്, ലിക്വിഡ്. അടുത്ത പോയിന്റ് 18 or more കാർബൺ ആറ്റം ഹൈഫൺ സോളിഡ്. 18 or more കാർബൺ ആറ്റം എന്ന് പറയുന്നത് C18. കാർബൺ 18 കാർബൺ വന്നാൽ C18 to more കാർബൺ ആറ്റം സോളിഡ്. നെക്സ്റ്റ് സബ് ഹെഡിങ് ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. അവിടെ എഴുതി വെക്കുക. ഹൈഡ്രോകാർബൺ ചെയിൻ ഇൻക്രീസസ്, ഹൈഡ്രോകാർബൺ ചെയിൻ ഇൻക്രീസസ്. കാർബൺ ചെയിൻ കേട്ടോ, ഹൈഡ്രോകാർബൺ ചെയിൻ ഇൻക്രീസസ്. ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. full stop. This is due to the fact that the intermolecular, this is due to the fact that the intermolecular van der Waals force increases. VAN ഒരു സ്പേസ് DER സ്പേസ് WAALS, van der Waals force increases. ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ ഒരു പേരാണ്, അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് പേര് ചേർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ,
intermolecular van der Waals force increases with increases of the molecular size. With increases of the molecular size. അപ്പൊ കാർബൺ ചെയിൻ കൂടുമ്പോ എന്ത് പറ്റും? മാസ് കൂടും അല്ലേ? ഓക്കെ, അപ്പോ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യും. എക്സാമ്പിളിലേക്ക് വരാം നമുക്ക്. മീഥെയിൻ CH4 അതിനേക്കാളും ഉണ്ടോ ബോയിലിംഗ് പോയിന്റ് ഓർഡർ ആണ് BP, ബോയിലിംഗ് പോയിന്റ് ഓർഡർ. ഓക്കെ, CH4നേക്കാളും ഹയർ ആയിരിക്കും C2. പറയും C2 ഓർക്കുമ്പോൾ എന്താ? CnH2n+2 അല്ലേ? C2H6 അതിനേക്കാളും ഹയർ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും C3H8 ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഓർത്ത് ഇതാണ് അവർ പറയുന്നത്. കാർബൺ സ്ട്രേറ്റ് ചെയിൻ ആയിരിക്കണം കേട്ടോ, സ്ട്രേറ്റ് ചെയിൻ ആയിരിക്കണം. ഇതാണ് ബോയിലിംഗ് പോയിന്റിൽ പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതുക കേട്ടോ. എക്സാമ്പിൾ അത് കാരണം അതിന്റെ റീസൺ ആണ് നിങ്ങൾ എഴുതിയത്. എന്തുകൊണ്ടാ? കാർബൺ ചെയിൻ അല്ലെ, നേരെയുള്ള ചെയിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കാർബൺ ചെയിൻ ഇൻക്രീസസ് എന്ത് പറ്റും? എഴുതി വെച്ചത് അല്ലേ? ഓൾറെഡി എഴുതി കഴിഞ്ഞു അല്ലെ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, മാസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതണം. ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. സെക്കൻഡ് പോയിന്റ് ചോദിച്ചോ, എന്തെങ്കിലും ഡൗട്ട്? കുറയും, അതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ബ്രാഞ്ച് ഇൻക്രീസസ്. ബ്രാഞ്ച് ഇൻക്രീസസ്, boiling point decreases. Branch increases, boiling point decreases. Branch increases, boiling point decreases. This is due to the molecule attain the shape of sphere. This is due to the molecule attain the shape of a sphere. This is due to the molecule attain a shape of sphere. Shape of a sphere, comma. This result in smaller area of contact. This result in smaller area of contact. ആണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. മിക്ക ഗൈഡുകളിലും സർഫസ് ഏരിയ ഡിക്രീസസ് ആണ്. അപ്പൊ ആ വേർഡ് ബ്രാക്കറ്റിലാക്കി എഴുതി വെക്കാം. This result in smaller area of contact. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. എന്താണ്? സർഫസ് ഏരിയ ഡിക്രീസസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. And therefore weak intermolecular force. Weak intermolecular force. Weak intermolecular force. എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ നോക്കുക കേട്ടോ. രണ്ട് എക്സാമ്പിൾ നിങ്ങൾ എഴുതാൻ നോക്കുക. ഒന്ന് പെൻഡെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? CH3 ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. 1 2 3 4 5 പെൻഡെയിൻ അല്ലെ? എത്ര കാർബൺ ഉണ്ട്? 5 ഉണ്ട് അല്ലെ? ഈ പെൻഡെയിനില് നമ്മൾ ബ്രാഞ്ച് ആക്കി കഴിഞ്ഞാൽ, പെൻഡെയിനെ ബ്രാഞ്ച് ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഉണ്ടോ? ഐസോമറസ് ആവുമ്പോൾ ബ്രാഞ്ച് ആകും. നോക്കി എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട് അല്ലെ? എല്ലാം സെയിം അല്ലേ? ഹൈഡ്രജൻ ഒക്കെ സെയിമാ. പക്ഷെ ബ്രാഞ്ച് ആയി കഴിയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും കേട്ടോ. ഓക്കെ, വീണ്ടും കുറയുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെയും 5 ഉണ്ട് അല്ലെ? ഇതേ നോക്കിയേ, എല്ലാം 5 അല്ലേ? ഉണ്ടോ? ഓർത്ത് നോക്കുക. ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു. അപ്പോ ബോയിലിംഗ് പോയിന്റ് കണ്ടോ? ഓർത്ത് നോക്കാം. ഏറ്റവും ആരോ നേരെ തിരിച്ചാണ് കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് ഇത് സെക്കൻഡ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഹയസ്റ്റ് എന്തായിരിക്കും? പെൻഡെയിൻ ഉണ്ടോ? ഇത് ബ്രാഞ്ച് ആയി കഴിയുമ്പോൾ എന്ത് പറ്റും? ബോയിലിംഗ് പോയിന്റ് ഒന്നും കൂടി കുറയും അല്ലെ? വീണ്ടും ബ്രാഞ്ച് ആയ ബോയിലിംഗ് പോയിന്റ് കുറയും. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെക്കാം. സെക്കൻഡ് എക്സാമ്പിളും കൂടി എഴുതി വെക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ഉണ്ടോ? OH ഇവിടെ കൊടുത്തു. പ്രൊപ്പൻ 1 ol ഉണ്ടോ? ഓക്കെ, പ്രൊപ്പൻ 1 ol.
ദെൻ അതിനേക്കാളും കുറവായിരിക്കും പ്രൊപ്പൻ 2 വോൾട്ടിന്. കണ്ടോ ഓർത്ത് നോക്കുക, രണ്ട് ഇതാണ് പൊസിഷൻ മാറും, ഇത് ബ്രാഞ്ച് ആയിട്ടാണ് എടുക്കുക. കണ്ടോ CH. അപ്പൊ ബ്രാഞ്ച് ആയി കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാ? ആ മോളിക്യൂള് ആരെ പോലെ ആക്ട് ചെയ്യുന്ന പറഞ്ഞേ? സ്പെറിക്കൽ അല്ലേ? സ്പെറിക്കൽ സ്പിയറിനെ പോലെ ആക്ട് ചെയ്യും. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു, അതും ഡിലീറ്റഡ് ആയി പോയി. നിങ്ങൾക്കറിയാലോ, ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാട്ടർ എങ്ങനെയായിട്ടാ വരിക? സ്പിയർ ആയിരിക്കും. വാട്ട് ഇസ് റീസൺ? എർത്തിന്റെ ഏകദേശം സ്പിയർ പോലെയല്ലേ എർത്താക്കിയിരിക്കുന്നത്? വാട്ട് ഇസ് റീസൺ? സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മെമ്പറൈൻ. അത് എന്തുകൊണ്ടായിരുന്നു ആക്ച്വലി അല്ലെ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ അവിടെ നമ്മൾ ഇവിടെയും പറയുന്നതാണ് അല്ലെ, സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടി വോളിയം ഏറ്റവും കുറവായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നതാണ് 4/3 πr³. അപ്പൊ അവിടെ സർഫസ് ഏരിയ സ്പെറിക്കൽ ഏരിയയിലേക്ക് വരുമ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്ട് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് വരും. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലും ട്രയാങ്കിൾ ആയിട്ടുള്ള എർത്തോ അങ്ങനെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. സ്ക്വയറോ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും അങ്ങനത്തെ ബോഡി ഉണ്ടോ? ഇല്ല അല്ലെ? ഇപ്പൊ വെള്ളം അങ്ങനെ ഫ്രീലി ഫോളി വരുന്ന സമയത്ത് അവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ എല്ലാം മിഡിലേക്കായിരിക്കും വരുന്നത് അല്ലെ? മിഡിലേക്കായിട്ട് വരും. അപ്പോൾ അതാണ് അത് നമുക്ക് ഡിലീറ്റഡ് ആയി പോയി. വിസ്കോസിറ്റി എന്നൊക്കെ പറയുന്ന കുറെ ടേമുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. ANA ആണ് കേട്ടോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. അതിൽ വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഫസ്റ്റ് ഹെഡിങ് സബ്സ്റ്റിറ്റ്യൂഷൻ. 1 എന്ന് എഴുതണം കേട്ടോ. നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടി കുറച്ച് കൂടുതലുണ്ട്. 7 കേട്ടോ. 7 ഇക്വേഷൻസുകളാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ആ 7 ഇക്വേഷൻസ് പെട്ടെന്നൊന്ന് എഴുതണമെന്ന് മാത്രം. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് പഠിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയാ പഠിച്ചതാ? 10th പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ ഓർമ്മയുണ്ടോ? ആദ്യം എന്തായിരുന്നു? കമ്പഷൻ, ഓക്സിഡേഷൻ, അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. ഏത് ചാപ്റ്ററാ? 10th കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്. അന്ന് പഠിച്ച അതേ സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതാണ് ആദ്യം. എന്തായിരുന്നു? കിട്ടി? കണ്ടോ? പറഞ്ഞോ. CH4 പറഞ്ഞോ, ശരിയാ. Cl2 ഫിമിലിന് കിട്ടി അല്ലേ? UV ലൈറ്റ് ഓർ എന്താ കൊടുക്കാം? സൺലൈറ്റ് അല്ലെ? സൺലൈറ്റ് എന്നൊക്കെ എഴുതിയ ഓർമ്മയുണ്ടോ? സൺലൈറ്റ് 10th പഠിച്ചതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നിങ്ങൾ വലിയ ക്ലാസ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ തരാം. Hν എവിടെ പഠിച്ചു? കിട്ടി. ഈക്വൽ ടു Hν. എന്തായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. കണ്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. കണ്ടോ, ഇവരൊക്കെ പറയുന്നുണ്ട് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. കിട്ടുന്നുണ്ടോ? ഈക്വൽ ടു Hν. Hന്റെ വാല്യൂ എന്തായിരുന്നു? ഹരി പറഞ്ഞോ. Hന്റെ വാല്യൂ 6.626 into 10⁻⁻34. കണ്ടോ, പഠിക്കുന്നതിന്റെ ഉപകാരമാണ് ആക്ച്വലി. അപ്പൊ മറക്കരുത്, കിട്ടണം. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറ്റും? ഒരു H പോയിട്ട് അവിടെ എന്ത് വരും? Cl വരും. അപ്പൊ എങ്ങനെയിരിക്കും? CH3 Cl പ്ലസ് എന്ത് വരും? പറയേ HCl അല്ലെ? CH3 Cl പ്ലസ് HCl. ഇതിന്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ പോയി ലാസ്റ്റ് ആയിട്ട് വരുന്നത് വരെ എഴുതണം. ഓക്കെ, അപ്പോ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? വീണ്ടും എങ്ങനെ വരും? CH3 Cl പ്ലസ് Cl2. സെയിം തന്നെ കേട്ടോ, എല്ലാത്തിലും ഈ പറയുന്ന കണ്ടീഷൻ ഏതെങ്കിലും ഒരു എണ്ണം കൊടുത്താൽ മതി. എന്തായിരിക്കും പറഞ്ഞോ? നേരത്തെ ചെയ്ത പോലെ ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരാളത് ഇവിടേക്ക് ഇറങ്ങുന്നു, മറ്റേ പുറത്താക്കുന്നു. വെരി ഗുഡ്. CH2 Cl2 പ്ലസ് HCl. കണ്ടോ, ഓർത്ത് നോക്കാം. ഒരു Hന് പുറത്തേക്ക് വിടുന്നു, മറ്റേ ആള് വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ. ഫുട്ബോൾ കണ്ടല്ലേ? ഓർത്ത് നോക്കാം അല്ലെ? ഫുട്ബോളില് അല്ലെ റൊണാൾഡോ മാറുന്നു അല്ലെ? ഓർത്ത് നോക്കാം. ഹരി ഇറങ്ങുന്നു. മനസ്സിലായി? അങ്ങാട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യും അല്ലെ? ഓക്കെ, അങ്ങനെ 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 ചെയ്യുന്ന പരിപാടിയാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പോ നോക്കിയേ. നെക്സ്റ്റ് CH2 Cl2 പ്ലസ് Cl2. സൈൻ പറഞ്ഞു. CH2 ആയിരിക്കും. ഇവിടെ 2 ഉണ്ട്, ഒരു 3 അല്ലെ? Cl3 പ്ലസ് HCl.
HCl. ഇതിന്റെ പേരെന്താ? ക്ലോറോഫോം. മറക്കരുത് കേട്ടോ, ക്ലോറോഫോം. ബോധം കെടുത്തുന്ന ആള് അല്ലെ, അനസ്തെറ്റിക് പർപ്പസ് യൂസ് ചെയ്യും. അപ്പൊ അതൊന്ന് എഴുതി നോക്കുക, ക്ലോറോഫോം കേട്ടോ. എഴുതണം, ക്ലോറോഫോം മുഴുവൻ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താ? CHCl3 + Cl2. എല്ലാ കണ്ടീഷനും ഇതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. CHCl3 പ്ലസ് ലാസ്റ്റ് ഇരിക്കുന്ന ആള് തന്നെ പറഞ്ഞു, മോൻ പറഞ്ഞു കണ്ടോ, CCl4 + HCl കണ്ടോ. ഓക്കെ, എഴുതി വെക്കാം. കാർബൺ ടെട്രാക്ലോറൈഡ് അതിന്റെ പേരാണ് കേട്ടോ, കാർബൺ ടെട്രാക്ലോറൈഡ്. ടെട്ര എന്ന് പറഞ്ഞാൽ എന്താ? 4. ഇതിന്റെ ഐയുപാക് നെയിം എന്തായിരിക്കും? ഡൈക്ലോറോ മീഥെയിൻ. എന്തായിരുന്നു? ക്ലോറോ മീഥെയിൻ, ഡൈക്ലോറോ മീഥെയിൻ, ട്രൈക്ലോറോ മീഥെയിൻ, ടെട്രാക്ലോറോ മീഥെയിൻ കേട്ടോ. അതിനെ ആണ് വേണ്ട, കാർബണിന്റെ നമ്പർ വെച്ചിട്ടാണ്. ഹൈഡ്രജൻ അവിടെ റോളേ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം അല്ലെ. നമ്മൾ ANA ഒക്കെ ഓർത്ത് നോക്കുമ്പോൾ കരുതും ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രോ കാർബൺ ആണ്. പക്ഷെ അവിടെ കാർബണിന്റെ നമ്പർ വെച്ചിട്ടാണ് മെത്ത്, എത്ത്, പ്രൊപ്പഗ്യൂട്ട്, പെന്റ്, എക്സെപ്റ്റ്, ഒക്ടനോന്, ഡെക്ക് അത് പറയുന്നത്. അപ്പൊ അതേ ഫോർമാറ്റിലാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. എഴുതിയോ? ഇനി നമ്മൾ ഇത് ഇത്രയും വരെ 10th പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വിഷമം, ഈ 10th പഠിച്ച് വീണ്ടും പഠിപ്പിക്കുന്നു, ഒരു വിഷമം കരുതണ്ട. ഇതിന്റെ മെക്കാനിസം പഠിക്കാനുണ്ട്. മെക്കാനിസം കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഒരു 2-3 മെക്കാനിസം ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. മെക്കാനിസം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഇത് എന്തുകൊണ്ടുണ്ടായി, ആരാണ് ഇതിൽ വന്നേക്കുന്നത് അല്ലെ. ഓക്കെ, CH4 + Cl2 അല്ലെ, അങ്ങനെയല്ലേ വന്നേക്കുന്നത്. അപ്പോ ഒരു ചോദ്യം വരും, CH4ന്റെ അടുത്തേക്ക് Cl2 ആണോ ആദ്യം ചെന്നത്, Cl2ന്റെ അടുത്തേക്ക് CH3 ആണോ ചെന്നേക്കുന്നത്? ഒരു സിറ്റുവേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരിക്കും എന്നാണ് നോക്കണ്ടേ. ഓക്കെ, ഇപ്പൊ ഞാനൊരു ബുക്ക് വാങ്ങിച്ചു, ഞാൻ അത് കടയിൽ പോയിട്ടാണോ വാങ്ങിച്ചത്, അതോ ഞാൻ ആമസോൺ വഴി ഡെലിവറി ചെയ്ത് ഇങ്ങനെ ആണോ വരുത്തിയത്, അല്ലെങ്കിൽ ആരാണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്? ആ ഒരു രീതിയിലൊക്കെ ക്ലിയർ ആയിട്ട് അല്ലെ. എല്ലാ ഒരു സിറ്റുവേഷനിലും നമ്മൾ അപ്രോച്ച് നോക്കും. ആ അപ്രോച്ച് ആണ് ഇവിടെയും ചോദിക്കുന്നത്. ആരാണ് ഇവിടെ ആദ്യമാണ് അപ്രോച്ച് ചെയ്തേക്കുന്നത്, എന്തുകൊണ്ട്, വാട്ട് ഇസ് റീസൺ അല്ലെ. ഓക്കെ, വെറുതെ ഇരിക്കാറുന്നില്ലേ അല്ലെ. ആ രീതിയിൽ പറയുമ്പോൾ ഇതിന്റെ മെക്കാനിസം ആണ് പഠിക്കേണ്ടത്. 3 മെക്കാനിസം: ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. മെക്കാനിസത്തിന് എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇതിനകത്ത്? ഈ ഒരൊറ്റ ഇക്വേഷൻ ആണ് കേട്ടോ, ഇതിനൊക്കെ വരണ്ടാവും. അപ്പൊ ഈ ഒരെണ്ണം ഉള്ളിൽ നടക്കുന്ന അത്രയും പ്രോസസ് വെച്ചിട്ടാണ് ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ അല്ലെ. ഇപ്പൊ നിങ്ങൾ അല്ലെ ഒരു കടയിൽ ചെന്നു അല്ലെ, ബിരിയാണി കഴിക്കുന്നു, അപ്പൊ തന്നെ പറയണം അതിന്റെ മെക്കാനിസം പറയണം. എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ബിരിയാണിയിൽ ഉപയോഗിച്ചേക്കുന്ന റൈസ് അത് ഏത് കാറ്റഗറിയാണ്? എത്ര കാറ്റഗറി ഉണ്ട്? ബിരിയാണി റൈസ് കണ്ട, കൈമ റൈസ്, പിന്നെ ബസുമതി അല്ലെ. ഓക്കെ, ദെൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗീ ഏതൊക്കെ കാറ്റഗറൈസേഷൻ ആണ്? ദെൻ അതിൽ ഉപയോഗിച്ചേക്കുന്ന മസാല ഏതൊക്കെ കാറ്റഗറിയാണ്? ചിക്കൻ ബ്രോയിലർ ആണോ, നാടനാണോ? ഓർത്ത് നോക്കാം. അല്ലെ. ഇനി പുറം രാജ്യങ്ങളിലേക്ക് പോയാണെങ്കിൽ എന്താണ് അത്? ചിക്കനിൽ തന്നെ വേറെ കാറ്റഗറി ഉണ്ട് പുറം രാജ്യങ്ങളിൽ. അതെന്താണ്? ഫാം ഫ്രണ്ട്ലി ആണോ, അതിൽ തന്നെ ഇന്ന സീഡ്സ് കൊടുത്ത് വെക്കുന്ന ടൈപ്പാണ്, അങ്ങനെ വരും അല്ലെ. അതാണ് മെക്കാനിസം. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇനി ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണമോ അതിന്റെ മെക്കാനിസം പറയാൻ പറഞ്ഞ എന്താ? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ അല്ലെ, വണ്ടി സ്റ്റാർട്ട് ആയി എങ്ങനെയാ? വെറുതെ പെട്രോൾ ഇതിനെ പറ്റി എളുപ്പമില്ലേ? അവിടെ എന്താ നടക്കുന്നത്, എന്താ എന്റെ തിയറി പറയാൻ? തിയറി അപ്പൊ തന്നെ കിട്ടി അല്ലെ, ഓർത്ത് നോക്കുക. അയാൾ പറഞ്ഞു അല്ലെ, കമ്പഷൻ. അപ്പൊ എന്ത് കിട്ടും? എനർജി, ഹീറ്റ് എനർജി അല്ലെ. ദാറ്റ് കൺവേർട്ട് ടു ഉണ്ടോ മെക്കാനിക്കൽ എനർജി അല്ലെ. അവിടെ നിന്ന് ഇങ്ങനെ പോകും, കുറെ എനർജി ഉണ്ട്, അത് മൊത്തം പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഇവര് പറയുന്നത്. അപ്പോൾ റിയാക്ഷന്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അതിന്റെ ഉള്ളിൽ നടക്കുന്ന സ്റ്റെപ്പുകളാണ്. അപ്പൊ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഓർത്ത് വെക്കണം. അതിൽ 3 മെക്കാനിസം ആണ് എഴുതുന്നത്. അപ്പൊ താഴെ എഴുതി വെക്കുക കേട്ടോ. താഴെ എഴുതി വെക്കാം. ഹാലജനേഷൻ mechanism proceed by 3 steps: initiation, propagation
and termination. Initiation, propagation and termination. Initiation, propagation and termination. Initiation, propagation and termination. Initiation, propagation and termination. Then next heading, initiation. Initiation. ഓർത്ത് നോക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന്റെ മാത്രമാണ് മെക്കാനിസം വരുന്നത് കേട്ടോ. ഓക്കെ, ഈ ഇക്വേഷന്റെ മെക്കാനിസം ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ഇനീഷ്യേഷൻ. ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന ആദ്യത്തേതിന്റെയാണ് ഇനീഷ്യേഷൻ. അവിടെ എഴുതി വെക്കുക, the reaction is initiated by, the reaction is, ഒരു വേർഡിൽ എഴുതണം കേട്ടോ. The reaction is initiated by homolysis of chlorine molecule. Homolysis of chlorine molecule. Homolysis of chlorine molecule. Homolysis of chlorine molecule in the presence of light or heat. In the presence of light or heat. ഇവിടെ ശ്രദ്ധിക്കുക, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. ഇപ്പൊ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ എഴുതിയേക്കുന്ന എല്ലാം തെറ്റാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഴയ ബുക്കുള്ള ആൾക്കാരെ റൈറ്റ് ആണ്. ആക്ച്വലി ഞാൻ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് തരാം. അപ്പോൾ പുതിയ ബുക്കുള്ള ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇതില് ഇവിടെ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ഇരിക്കുക. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നതിൽ എററാണ്. ആക്ച്വലി 1, 2 എഴുതിയേക്കുന്ന റൈറ്റ് ആണ്, പക്ഷെ അവിടെ കൊടുത്തേക്കുന്ന ഇക്വേഷൻസുകൾ 3 സ്റ്റെപ്പുകളിൽ 2 സ്റ്റെപ്പും തെറ്റാണ് കേട്ടോ, ഓർത്ത് നോക്കാം. പഴയ ബുക്കുള്ള ആൾക്കാർ, ഇയാളുടെ പഴയ ബുക്കാണോ? എൻ്റെ പഴയ ബുക്കാണോ? പുതിയതാണ്. ഓക്കെ, നോക്കട്ടെ കേട്ടോ, കറക്റ്റ് ആണോ നോക്കട്ടെ. ഇപ്പൊ എൻ്റെ ഉള്ള മാത്രമാണോ? ഇത് തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ എറർ ഉണ്ടാവും. അപ്പൊ പഴയ ബുക്കില് ഉള്ളതിൽ റൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതാം, ഞാൻ എഴുതാം. അതിനു മുമ്പ് കാണിച്ചു തന്നേക്കാം പഴയ ബുക്കുള്ള. ഇതാണ് റൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതാണ് റൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബുക്കുകളിൽ ഈ പഴയതിൽ വേറെ സ്ഥലത്ത് പല സ്ഥലങ്ങളിലെ എറർ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഓർത്തു വെക്കുക. ദെൻ ഇപ്പൊ മീനാക്ഷി പുതിയ ബുക്ക് കാണിച്ചു തന്നു, അതിൽ തെറ്റാണ് ആക്ച്വലി എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഹോമോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ, നിങ്ങൾക്ക് അറിയാം തെറ്റ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഹോമോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ട് വരുന്നതാണ് അല്ലെ. ഓക്കെ, Cl സിംഗിൾ ബോണ്ട് Cl. ഇനി പറഞ്ഞേ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എറർ വന്നാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതും. എന്താ എഴുതി വെച്ചേക്കുന്നത് ഒന്ന് പറഞ്ഞേ? ഹോമോലിസിസ് ഓഫ് ക്ലോറിൻ മോളിക്യൂൾ ടു ഫോം എന്താ പറഞ്ഞേ? എഴുതിയില്ലേ? ഇല്ല. The reaction initiated by homolysis of chlorine molecule in the presence of light or heat. അത്ര എഴുതിയോ? അത്ര എഴുതി. അതാ ചോദിച്ചേക്കുന്നത്. അതാ ചോദിച്ചേ. ഇതിന്റെ ഹോമോലിസിസ് വന്നാൽ എന്ത് കിട്ടും? ഫ്രീ റാഡിക്കൽ അല്ലെ, Cl ഡോട്ട് അല്ലെ, പ്ലസ് എന്ത് തന്നെയാ വരിക? Cl ഡോട്ട്. ഹോമോലിസിസ് ആണെങ്കിൽ Cl ഡോട്ട് വരും. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ അതെ പുതിയ ബുക്കുകളിൽ കൊടുത്തേക്കുന്നത് അതിന് പകരം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം CH3 പ്ലസും Cl ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. എന്നിട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രീ റാഡിക്കൽ, ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ. നമ്മുടെ മനസ്സിൽ ഫ്രീ ഇലക്ട്രോൺ എന്ന് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ഇലക്ട്രോൺ അങ്ങനെ ആലോചിച്ചാലും മതി. ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലെ, വേറെ ബോണ്ടോ ബന്ധങ്ങളോ ഒന്നുമില്ല, അപ്പൊ ഫ്രീ ആയിട്ട് നടക്കാം. അതാണ്, അങ്ങനെയൊക്കെ ഓർത്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, പേര് എഴുതി നോക്കുക. ഫ്രീ റാഡിക്കൽ ഓഫ് ക്ലോറിൻ. ഫ്രീ റാഡിക്കൽ ഓഫ് ക്ലോറിൻ. പുതിയ ബുക്കിൽ ഇതിന് പകരം കിടക്കുന്നത് ഇത് എഴുതരുത് കേട്ടോ. പുതിയ ബുക്കിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് വരുമോ? ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓർത്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാർ അവിടെ തന്നെ ഒന്ന് വെട്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എക്സാമിന്റെ തലേദിവസം ഇത് പോയി ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ലേന്ന് എഴുതിയിട്ട് അത് നോക്കും. അപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെക്കാം.
എഴുതിയേക്കുന്ന വേർഡിങ് റൈറ്റ് ആണ്, പക്ഷെ എഴുതിയേക്കുന്ന ഇക്വേഷൻസുകൾ എറർ ആണ് കേട്ടോ. താഴേക്ക് എറർ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഹെഡിങ് പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ സെക്കൻഡ് ഹെഡിങ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇനീഷ്യേഷൻ. സെക്കൻഡ് ഹെഡിങ് എന്താ? പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ. Chlorine free radical attack the methane molecule. Chlorine free radical attack the methane molecule. Chlorine free radical attack the methane molecule. Attack the methane molecule. Methane molecule. നോക്കാം. മീഥേൻ എന്താ? CH4 പ്ലസ് Cl ഡോട്ട്. CH4 പ്ലസ് Cl ഡോട്ട്. ദെൻ ഈ Cl ഡോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഒരു H ഇല്ലേ, നോക്കിയേ ഈ H നെ ആരെടുത്തുകൊണ്ട് പോകും? Cl ഡോട്ട്. കണ്ടോ? ഓർത്ത് നോക്കാം. H നെ ഈ Cl ഡോട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പൊ എന്ത് വരും? CH3 ഡോട്ട് പ്ലസ് എന്ത് വരും? HCl. ഓർത്ത് നോക്കാം. CH3 ഡോട്ട് പ്ലസ് എന്ത് വരും? HCl. ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ ഒരു വേക്കൻസി ഉണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. അപ്പൊ വിമലുണ്ട്, വിമലിന് 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഓർത്ത് നോക്കാം. അതിലൊരു ഫ്രണ്ട്സിന് സയാൻ എടുത്തുകൊണ്ട് പോയി. കണ്ടോ? Cl ഡോട്ട്. അപ്പൊ അല്ലെ, ഇനി എത്ര ഫ്രണ്ട്സ് ഉണ്ട് വിമലിന്? 3 പേരുള്ളൂ. ഓർത്ത് നോക്കാം. വിമലിന് വിഷമമായിട്ടിരിക്കുകയാണ്. ഒരാളും കൂടി ഇനി നമ്മള് ജോയിൻ ചെയ്യിപ്പിക്കും അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ആരെടുത്തുകൊണ്ട് പോയത്? HCl അല്ലെ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? CH3 ഡോട്ട് അല്ലെ? CH3 ഡോട്ട് വിമൽ ഡോട്ട്. ഓർത്ത് നോക്കാം. ഇതാ ആരെയാണ് അപ്രോച്ച് ചെയ്യണേ? Cl ന. ഓർത്ത് നോക്കാം. Cl2 കുറെ ഉണ്ടല്ലോ ഇതിനകത്ത്, കുറെ Cl2 ഉണ്ട്. അതില അടുത്ത ആളെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. Cl സിംഗിൾ ബോണ്ട് Cl. ഓക്കെ. അപ്പോ ഈ Cl ഉണ്ടല്ലോ, ഈ Cl-ഉം വിമൽ. ഓർത്ത് നോക്കാം. ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ എന്ത് വരും? CH3 Cl പ്ലസ് ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഈ ഡോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രോൺ ആണ്. കണ്ടോ? ഈ ഇലക്ട്രോണും ഈ ഡോട്ടും കൂടി ഷെയർ ചെയ്തിട്ടാണ് CH3 Cl ഉണ്ടായി. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു Cl-ഉം ഒരു ഡോട്ടും ഇല്ലേ? അപ്പൊ എന്ത് വരും? പ്ലസ് Cl ഡോട്ട്. ഓക്കെ, ഈ Cl ഡോട്ട് വീണ്ടും എന്ത് ചെയ്യും? ഇത് കണ്ടോ, ഇവിടെ എത്തി. കണ്ടോ? വീണ്ടും ഈ Cl ഡോട്ട് ഇവിടെ വന്ന്. കണ്ടോ? അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇനീഷ്യേഷൻ, അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രൊപ്പഗേഷൻ. ഓക്കെ, എന്തോ ചോദിച്ചു. അടുത്ത ടെർമിനേഷൻ. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എഴുതി വെക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ഹെഡിങ് ഇനീഷ്യേഷൻ. അടുത്ത എന്തായിരുന്നു? പ്രൊപ്പഗേഷൻ. ദെൻ തേർഡ് എന്തായിരുന്നു? ഹെഡിങ് എഴുതി വെക്കുക. ടെർമിനേഷൻ. 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 ഡോട്ട് എന്ന് പറഞ്ഞ ഫ്രീ റാഡിക്കൽ എന്നാണ് കേട്ടോ. ഈ ഇത് വെച്ചിട്ട് വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് കുറെ നടക്കാം കേട്ടോ. ഓർത്തോ, നമ്മൾ കണ്ടില്ലേ CH2 Cl2 CCl4 വരെയൊക്കെ വരാം. പക്ഷെ ഇവിടെ നമ്മളൊരു സിമ്പിൾ വേയിൽ ഓർത്തു വെച്ചാൽ മതി. സിമ്പിൾ വേയിൽ ഓർത്തു വെച്ചാൽ മതി. തീർത്താ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നോ? നെക്സ്റ്റ് വീക്കിലാണ്. +2ന്റെ കഴിഞ്ഞോണ്ടോ എന്ന് ചോദിച്ചത്. ഇവിടുത്തെ ഭവൻസ് തന്നെ അല്ലേ? ഭവൻസ് തന്നെ എരൂരാണ് അല്ലെ? ഇവിടുത്തെ ഭവൻസിന് കഴിഞ്ഞു. അപ്പൊ അതാ ഏതൊക്കെ പോർഷൻ ഉണ്ട് എക്സാമിന്? തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം. പഠിച്ചോ? തുടങ്ങണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഫസ്റ്റ് ട്രാക്ക് ഇത് ചെയ്യണം. നമ്മളിത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിവിഷൻ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Then മീനാക്ഷി, നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്താലോ? കണ്ടിന്യൂസ് ആയിട്ട് ഒരു എക്സാം സീരീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഇനി മെയിൻ എക്സാം എത്തുന്നതിന് മുമ്പ് അല്ലെ, നിങ്ങൾക്ക് ഇടയിൽ ഞാൻ കുറച്ച് എക്സാം ഒക്കെ ആദ്യം വെക്കാന്ന് കരുതിയാണ്. പിന്നെ അത് കട്ട് ചെയ്യാനായിട്ട് 2 റീസൺ ഉണ്ടായിരുന്നു. ഒന്ന് 11th ആണ്. 11th വരുമ്പോൾ അത് സ്കൂൾ ഓറിയന്റഡ് ആണ് അല്ലെ? അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇത് ചെയ്തേക്കുന്നത്. ഇനി പക്ഷേ നമ്മൾ ഫസ്റ്റ് ഒന്ന് പതുക്കനെയല്ലേ നമുക്ക് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സിലൊന്ന് പ്രാക്ടീസ് വെക്കാൻ വേണ്ടിയിട്ട് മൺഡേ, ഈ വരുന്ന കമ്മിങ് മൺഡേ ഒരു കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൽ എക്സാം വരുന്നത് ഈ കമ്മിങ് മൺഡേ തെർമോഡൈനാമിക്സ്
അതല്ല, ഓൺലൈനിൽ നമ്മുടെ ആപ്പില് മൾട്ടിപ്പിൾ ചോയ്സ് വെറുതെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ തന്നെ ആൻസർ കിട്ടും കേട്ടോ. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ഫ്രീ മൈൻഡോട് കൂടി രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അതിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഫുൾ ഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ കമ്മിങ് മൺഡേ കേട്ടോ. ഓക്കെ, നമുക്ക് എക്സാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. തെർമോഡൈനാമിക്സ് കേട്ടോ. ഓക്കെ, ദെൻ 2 days കഴിയുമ്പോൾ വിമിൽ പറഞ്ഞു അടുത്ത ചാപ്റ്റർ ഇക്വിലിബ്രിയം കണ്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾ പറയണ പോലെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു? തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ 2 days കഴിയുമ്പോൾ ഇക്വിലിബ്രിയം, അങ്ങനെ വീണ്ടും 2 days കഴിയുമ്പോൾ ഓരോ ചാപ്റ്റർ, അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. എവിടെ ശ്രദ്ധിച്ചേ, അത് ടെസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ചോയ്സ് കഴിയുമ്പോൾ തന്നെ ആൻസർ കീ കിട്ടും. നിങ്ങൾക്ക് എവിടെ എറർ വന്നു അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഇനി അതിനേക്കാളും പോരാ അല്ലെ, അരി പറയുകയാണ്, അത് എക്സ്പ്ലനേഷൻ ഒക്കെ വേണം. അപ്പൊ അത് നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് ഞാൻ അയച്ചു തരും വിത്ത് എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അത് അപ്പോഴല്ല, 1 വീക്കിൽ എല്ലാവരും നമ്മൾ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ പേപ്പേഴ്സുകൾ മാർക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം, മാർക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. പാരന്റ്സിനോട് ചെക്ക് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങളുടെ അല്ലെ ഓരോരുത്തരുടെ മാർക്ക് കാണണം. പിന്നെ വേറെ സജഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം വെച്ച് ചെയ്യുമ്പോൾ റാങ്ക് പോലെ വരും. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് വരെ എൻട്രൻസിന് തന്നെ പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യം നമുക്കത് ചെയ്യണില്ല, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു 1 വീക്ക് കഴിയുമ്പോൾ അപ്പൊ അതാകുമ്പോ എന്ത് പറയും, റാങ്ക് പോലെ മനസ്സിലായോ. ഏറ്റവും കൂടുതൽ മാർക്ക് വന്നേക്കുന്ന ഒരാള് അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ആണ്, ആപ്പിലുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ 12th അത് ഓൾറെഡി റൺ ചെയ്യണതും മൺഡേ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കേട്ടോ. ഓക്കെ, എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാവും. നമ്മൾ കെമിസ്ട്രിക്ക് അങ്ങ് തുടങ്ങുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ പറഞ്ഞെന്നുള്ളൂ, ഫിക്സ്ഡ് ആണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ഓക്കെ അല്ലേ? ഒന്ന് തംസപ്പ് ഒക്കെ ചെയ്തേ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കേട്ടില്ല എന്നൊക്കെ പറയും. ഒരു തംസപ്പ് ഒക്കെ ഇട്ടേ. ഇട്ടു, സാമ്പൂൽ ഇട്ടു. ആദ്യത്തെയായിട്ടില്ല, കേട്ടില്ലേ? ഓക്കെ. അപ്പോ മൺഡേ ഏതായിരുന്നു എക്സാം പറഞ്ഞേ? തെർമോഡൈനാമിക്സ് കേട്ടോ. ഓക്കെ, തെർമോഡൈനാമിക്സ് സെക്കൻഡ് എക്സാം ഒരു 2 days കഴിയുമ്പോൾ വെനസ്ഡേ, അല്ലെങ്കിൽ 2 days വേണ്ട, കണ്ടിന്യൂസ് വേണമെന്നാ. 3 days കഴിയുമ്പോൾ അല്ലെ, 2 days ഗ്യാപ്പ് അങ്ങനെ വെക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പൊ നമുക്ക് അല്ലെ തുടക്കമാണ് അങ്ങനെ. പിന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് ചെയ്ത് ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്, റിവിഷൻ തുടങ്ങും കേട്ടോ. ഓർത്ത് നോക്കാം. അത് റിവിഷൻ തുടങ്ങും. ഹൈഡ്രോ കാർബണിൽ നിന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് എക്സാം ഒക്കെ വരുന്നത്. എന്തായാലും പോർഷൻ ഒന്ന് കഴിയട്ടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടെർമിനേഷൻ ചോദിച്ചു മോനെ. നോയില്ല വിളിക്കാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഒന്ന് വിളിച്ചു കേട്ടോ, വിളിക്കാൻ പറഞ്ഞിട്ട് നമുക്കത് ചെയ്യണേ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ടെർമിനേഷൻ ഹെഡിങ് എഴുതിയോ കേട്ടോ. ടെർമിനേഷനിൽ ഇവിടെ നോക്കിയേ, ടെർമിനേഷൻ ഇത്രയും ആൾക്കാരുണ്ട്. ഇതിൽ ഏതൊക്കെ ഫ്രീ റാഡിക്കൽ ഉണ്ട്? ഇത്രയും ഏരിയയിൽ ഏതൊക്കെ ഫ്രീ റാഡിക്കൽ ഉണ്ട്? ഇല്ല, ഫ്രീ റാഡിക്കൽ ഉള്ളൂ. ആരൊക്കെയാ? Cl ഡോട്ട്, CH3 ഡോട്ട്. അവര് തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഇവര് തമ്മിൽ. ഇപ്പൊ നമുക്ക് നോക്കാം, CH3 ഡോട്ട്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ആയിട്ടിരിക്കുന്നു അല്ലെ. ഓർത്ത് നോക്കാം, CH3 ഡോട്ടും CH3 ഡോട്ടും അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും എന്നാ നമുക്ക് ബോണ്ട് ആവാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട്. ദെൻ അപ്പൊ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3 ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഒരു പോസിബിലിറ്റി ടെർമിനേഷനിൽ ഇതാണ്. ദെൻ നെക്സ്റ്റ് അടുത്ത എന്തായിരിക്കും? CH3 ഡോട്ട് പ്ലസ് Cl ഡോട്ട് എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് Cl. ദെൻ നെക്സ്റ്റ് ഒരു ചാൻസും കൂടി ഉണ്ട്, Cl ഡോട്ട് പ്ലസ് Cl ഡോട്ട്. ഉണ്ടോ? എല്ലാ പോസിബിലിറ്റിയും നോക്കുകയാണ് ആക്ച്വലി. അങ്ങനെ വന്നാൽ Cl സിംഗിൾ ബോണ്ട് Cl. അപ്പോൾ ടെർമിനേഷൻ ഇതില് ഈ പറയുന്ന മെക്കാനിസത്തിൽ എന്ത് വരും അല്ലെ? ഏറ്റവും എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? Cl സിംഗിൾ ബോണ്ട് Cl അല്ലെ. ഓക്കെ, അപ്പോ അതാണ് ഒരു മെക്കാനിസം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളില് ഒരു കോമ്പൗണ്ട് മാത്രമല്ല, അതിന്റെ ബൈ പ്രോഡക്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, അതാണ് അതിന്റെ മെക്കാനിസം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതാണ് ടെർമിനേഷൻ. അപ്പൊ ഏതൊക്കെയാ പേരുകൾ എന്ന് പറഞ്ഞേ? ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ടെർമിനേഷൻ എൻഡ് പ്രോസസ് ആണ്. എൻഡ് പ്രോസസ്സിൽ ഇത് കണ്ടോ, ഇതൊക്കെ കുറച്ച് എമൗണ്ട് ഉണ്ടാവും. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സസൈസിലാണ് കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് എഴുതി നോക്കാം. ഇത് എഴുതണം കേട്ടോ.
ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് ഇതിന്റെ താഴെ കുറെ ഉണ്ട്, അത് നമ്മൾ എഴുതിയിട്ടില്ല, ഈ 2 എഴുതിയിട്ടുള്ളൂ. ദെൻ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്തുണ്ടാവും, ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, അവർ തമ്മിൽ തനിക്ക് ജോയിൻ ചെയ്ത് എന്തെങ്കിലും കോമ്പൗണ്ടായി സ്റ്റേബിൾ ആവും. ചോദിച്ചു എന്തില് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വേറെ ഒന്നും എഴുതണ്ട. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഇല്ല, ടെർമിനേഷൻ റൈറ്റ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ടെർമിനേഷൻ റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ടെർമിനേഷൻ റൈറ്റ് ആണ്. പ്രൊപ്പഗേഷനിൽ ആ എറർ ഒന്ന് മാറ്റാൻ നോക്കുക കേട്ടോ. CH3 ഡോട്ട് സെക്കൻഡ് ബിയിൽ കണ്ടോ, CH3 ഡോട്ട് നോക്കുക കേട്ടോ. കണ്ടോ, ഇതാ വ്യത്യാസം. അവിടെയൊക്കെ ആ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ റൈറ്റാ കേട്ടോ. ഓക്കെ, പുതിയ ബുക്കിലാണ് എറർ വന്നേക്കുന്നത്, പഴയ ബുക്കില് റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് തീരും. അടുത്ത ഹെഡിങ് ആണ് കമ്പഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. നമ്മൾ 10th എഴുതിയേക്കുന്ന അതേ വേർഡ് തന്നെയാണ് ആക്ച്വലി, കമ്പഷൻ കേട്ടോ. കമ്പഷൻ ഹെഡിങ് എഴുതി വെക്കുക. സെക്കൻഡ് കേട്ടോ, 2 എഴുതണം കേട്ടോ. കമ്പഷൻ. ആൽക്കെയിൻ ഓൺ ഹീറ്റിംഗ് in the presence of air or dioxygen. Alkane on heating in the presence of air or dioxygen. Alkane on heating in the presence of air or dioxygen. Air or dioxygen are completely oxidized to form carbon dioxide and എന്തായിരിക്കും? water. Carbon dioxide and water. Carbon dioxide and water. Carbon dioxide and water. എക്സാമ്പിൾ എഴുതാ. CH4 plus O2 gives എന്തൊക്കെ വരും? CO2 plus H2. Then heat and light energy. അല്ലെങ്കിൽ എനർജി എന്ന് എഴുതിയാൽ മതി. എനർജി വേഗം എഴുതുക കേട്ടോ. ബാലൻസ് ചെയ്യാം. കാർബൺ ഹൈഡ്രജൻ ഇവിടെ 2 വരും, 2 ഇട്ടു. ചോദിച്ചു ആണോ? പൊക്കും ഫോൺ വിളിച്ചു തന്നോ? നെക്സ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ, ഓക്സിഡേഷൻ. അടുത്ത ഹെഡിങ് എഴുതി വെച്ചേ, കൺട്രോൾഡ് ഓക്സിഡേഷൻ. അങ്ങനെയാക്കി എഴുതി വെച്ചു, കൺട്രോൾഡ് ഓക്സിഡേഷൻ. നെക്സ്റ്റ് ഹെഡിങ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, കൺട്രോൾഡ് ഓക്സിഡേഷൻ. അവിടെ എഴുതി വെക്കുക, ആൽക്കെയിൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് എ റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് ഡയോക്സിജൻ. ആൽക്കെയിൻ on heated with a regulated supply of oxygen, a regulated supply of dioxygen, a regulated supply of dioxygen. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, or air at high pressure, bracket close ചെയ്യാം. or air at high pressure, bracket close ചെയ്യാം. and in the presence of suitable catalyst, give a variety of oxidation product.
വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ പ്രോഡക്റ്റ്. അവിടെ ആ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ പ്രോഡക്റ്റ് അണ്ടർലൈൻ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ പ്രോഡക്റ്റ് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. CH4 പ്ലസ് O2. ഇവിടെയും നമുക്ക് നോക്കാം CH4 പ്ലസ് O2 രണ്ട് സിറ്റുവേഷൻ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റും ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റും മാറ്റമാണ്. ഇവിടെ കോപ്പർ ആണ് 573 കെൽവിൻ. ഇതിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. 573 കെൽവിൻ ആണ് അവിടെ കൊടുക്കുന്നത്. കോപ്പർ ആണ്. അങ്ങനെ വന്നാൽ മെത്തനോൾ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താ? CH3OH മെത്തനോൾ. മെത്തനോൾ ഫോം ചെയ്യും. ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടാമത്തേൽ ഒരു ഉപയോഗിക്കുന്നത് മോളിബ്ഡിനം ട്രയോക്സൈഡ് ആണ്. മോളിബ്ഡിനം എന്ന് പറഞ്ഞാൽ എന്തോ? MO ഉണ്ടോ? ട്രയോക്സൈഡ്. മോളിബ്ഡിനം ട്രയോക്സൈഡ്. ഈ മോളിബ്ഡിനം ട്രയോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യാണ് അവര്. മോളിബ്ഡിനം ട്രയോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് MO2 ഉണ്ട്, MO2O3, HCHO ആണ് കിട്ടുന്നത്. HCHO എന്ന് പറഞ്ഞാൽ എന്താ? മെത്തനാൽ. മെത്തനാൽ. ഇവിടെ കിട്ടുന്നത് മെത്തനോൾ പ്ലസ് H2. വേഗം കേട്ടോ. ഓക്കെ. അപ്പോ കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. ഓക്സിജന്റെ നമ്മൾ കൺട്രോൾഡ് ഓക്സിഡേഷനിൽ ഡിഫറെന്റ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തു. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് കിട്ടും. അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? പറയ്. ഫസ്റ്റ് ഹെഡിങ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് ഹെഡിങ് കമ്പഷൻ, തേർഡ് ആണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. ഫോർത്ത് ഹെഡിങ് എഴുതി വെക്കാം ഐസോമറൈസേഷൻ. ഫോർത്ത് ഹെഡിങ് ഐസോമറൈസേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഐസോമറൈസേഷൻ ഇക്വേഷൻ എടുത്ത് എഴുതണം കേട്ടോ. എന്നിട്ട് മതി. ഐസോമറൈസേഷൻ. അവിടെ എഴുതി വെക്കാം N ആൽക്കെയിൻസ്. N എന്ന് പറഞ്ഞാൽ നോർമൽ ആണ്, ഓപ്പൺ ചെയിൻ എന്നാണ്. ഇത് ഇങ്ങനെ കേട്ടോ, സ്മോൾ ലെറ്റർ N ആണ്. N ആൽക്കെയിൻസ് ഇങ്ങനെ എഴുതണം കേട്ടോ. N ആൽക്കെയിൻസ്. ANE ആണ്. ANE എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. N ആൽക്കെയിൻസ് ഓൺ ഹീറ്റിംഗ് in the presence of anhydrous AlCl3 in the presence of anhydrous AlCl3 അലൂമിനിയം ട്രൈക്ലോറൈഡ് ആണ് കേട്ടോ. ഓക്കെ. അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ AlCl3 ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ്. HCl നെയാണ് ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് isomerized to branched chain alkanes. Branched chain alkanes. റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ബുക്ക് തീർന്നു അല്ലേ? ഓക്കെ. എന്ത് ചെയ്യും? പേപ്പർ ഉണ്ടോ? മാർക്ക് ചെയ്ത് പോ കേട്ടോ. എന്നിട്ട് എടുത്തെഴുതണം കേട്ടോ. പേപ്പർ ഉണ്ടെങ്കിൽ കൊടുത്തു കേട്ടോ. പേപ്പർ കൊടുത്തു എഴുതിക്കോ, വെറുതെ എഴുതാതിരിക്കണ്ട. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH3 CH2 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 CH3. ഇത് ഹെക്സൈൻ ആണ്.
ഈ ഹെക്സൈനിലേക്ക് അവര് അൺഹൈഡ്രസ് AlCl3 ഇടാം. അൺഹൈഡ്രസ് AlCl3 ആൻഡ് HCl ഗ്യാസ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഇത് ഇടുന്ന സമയത്ത് ഇവിടെ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ, 6. ഇതിന്റെ ഐസോമേഴ്സുകൾ ഉണ്ടാവും. ഇതിന്റെ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? 6ന്റെ ഐസോമർ എന്താ? സ്ട്രക്ചറൽ ഐസോമർസും പഠിച്ചതല്ലേ നമ്മള്, ചെയിൻ ഐസോമർസും പഠിച്ചതല്ലേ, അതുപോലെ എഴുതാം. അപ്പൊ എങ്ങനെയൊക്കെ എഴുതണേ നോക്കിയേ, 1 2 3 4 5 എന്നിട്ട് ഒരു കാർബൺ ഇവിടെ കൊടുക്കും ഉണ്ടോ? ഓക്കെ, പ്ലസ് അടുത്തതിന് എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കും ഉണ്ടോ? ഓക്കെ, അപ്പോ നോക്കിയേ, CH3 CH2 CH2 CH3 ഇതിന്റെ പേരെന്തായിരിക്കും? 2-methyl pentane. ഇതിന്റെ നെയിം എന്തായിരിക്കും? Methyl pentane. 3-methyl pentane. ആണ് കേട്ടോ, 3-methyl pentane. എഴുതി 2-methyl pentane and 3-methyl pentane. 2-methyl pentane and 3-methyl pentane. Isomerization occur ചെയ്തിട്ട് 2-methyl pentane and 3-methyl pentane. 2-methyl pentane and 3-methyl pentane. അപ്പൊ ഈ റിയാക്ഷനിൽ നിന്ന് ഐസോമറുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഏതാണോ കൊടുക്കുന്നത്, ഇവിടെ ഹെപ്റ്റൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും അല്ലെ, ഇതുപോലെ ബ്രാഞ്ച് ആക്കി എഴുതിയിട്ട് നിങ്ങൾക്ക് ഐസോമർ ആക്കി കൊടുക്കാൻ പറ്റും. അതാണ് ഈ റിയാക്ഷന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽക്കൈനിൻ കൊണ്ട് പല പല സബ്സ്റ്റൻസ് ഉണ്ടാക്കാം. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടിയുടെ മീനിങ്. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആൽക്കൈൻ ഉണ്ട്, ആ ആൽക്കൈൻ യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ അല്ലെ സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റണം. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇത് കഴിഞ്ഞിട്ട് 2-methyl pentane, 3-methyl pentane. നെക്സ്റ്റ് ഹെഡിങ് ആണ് ആരോമാറ്റൈസേഷൻ. ഇത് കഴിഞ്ഞിട്ട് ആരോമാറ്റൈസേഷൻ. ആരോമാറ്റൈസേഷൻ IZ ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ബെൻസീനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോ ഈ ഹെക്സൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബെൻസീൻ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ആരോമാറ്റൈസേഷനിൽ വരുന്നത്. ഇവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. N ആൽക്കെയിൻ, നോർമൽ ആൽക്കെയിൻ, നേരത്തെ എഴുതിയ പോലെ N alkanes having 6 or more carbon atom, having 6 or more carbon atom, having 6 or more carbon atoms. അപ്പുറത്ത് വയ്ക്കണം. ആരെങ്കിലും വരണോ? വരണോ? വേറെ കുഴപ്പമില്ല. കേട്ടോ. എഴുതിക്കോ കേട്ടോ എല്ലാവരും. നോർമൽ ആൽക്കെയിൻ ഹാവിംഗ് 6 or more carbon atom, 6 or more carbon atom, പോയിട്ട് അങ്ങനെ
6 or more carbon atom on heating to 773 Kelvin. ഈ ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 773 Kelvin at 10 to 20 atmospheric pressure, at 10 to 20 atmospheric pressure, 10 to 20 atmospheric pressure to form cyclized benzene, cyclized, CYLISED, cyclic form എന്ന് പറയില്ലേ, അതുപോലെ cyclized to benzene, cyclized to benzene and its homologous series, and its series എന്ന് എഴുതിയാൽ മതി, and its series എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. C6H14 ഇതാണ് N ഹെക്സൈൻ. ബ്രാഞ്ച് ഉണ്ടാവാൻ പാടില്ല, അതാണ് ഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ, ഈ കോമ്പൗണ്ട് തന്നെയാണ് ഇത് C6H14. ഇതില് 773 Kelvin ഇത്രയും ടെമ്പറേച്ചർ കൊടുക്കണം. 10 to 20 atm പ്രഷർ, ഇത്രയും പ്രഷർ. ദെൻ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ് V2O5. ഇത് എഴുതിയില്ലെങ്കിൽ മാർക്ക് തരൂല. V2O5 വനേഡിയം പെന്റോക്സൈഡ് ഓർ മോളിബ്ഡിനം ട്രയോക്സൈഡ്, നേരത്തെ എഴുതിയേക്കുന്നത് MO2O3. ഓർത്ത് നോക്കാം. വീണ്ടും ഒരു കാറ്റലിസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, എനിത്തിങ് ആണ് Cr2O3 ഓർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പഠിച്ചാൽ മതി കേട്ടോ, ഓർ Cr2O3. ഓക്കെ, ഇത് ആരെയാണ് ഇഷ്ടം പഠിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം, ഞാൻ ഇതാണ് കൂടുതൽ പറയാറ്, വനേഡിയം പെന്റോക്സൈഡ്. ഇത് കിട്ടുന്ന സമയത്ത് ഇത് കൺവേർട്ട് ചെയ്ത് എത്ര കാർബൺ ഉണ്ട് നോക്കിയേ, 6. അത് സൈക്കിളായ എന്തിരിക്കും, എന്തുപോലെയാവും, ബെൻസീൻ. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നമുക്ക് ബെൻസീൻ കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബെൻസീൻ വേഗം വരച്ചു. അപ്പോ ഹെക്സൈൻ എന്തായി മാറി, ബെൻസീൻ ആയിട്ട് മാറി അല്ലെ. അതിങ്ങനെ സൈക്ലിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ബെൻസീൻ ആയിട്ട് മാറി. C6H14 773 Kelvin 10 to 20 atm വനേഡിയം പെന്റോക്സൈഡ് മോളിബ്ഡിനം ട്രയോക്സൈഡ് ഓർ ക്രോമിയം ട്രയോക്സൈഡ് ഇത്രയും കൊടുക്കുന്ന സമയത്ത് എന്തായി മാറും, ബെൻസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡിങ് റിയാക്ഷൻ വിത്ത് സ്റ്റീം. ചോദിച്ചോളാം. 7 വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു CH2 എക്സ്ട്രാ വരും. അപ്പൊ എന്താവും, ടോളുവിൻ എന്തായി മാറും, ടോളുവിൻ. C7H16 എവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരേ ആളല്ലേ, ഇത് ഒരേ പൊസിഷൻ അല്ലേ. ഇത് ചരിഞ്ഞു കഴിഞ്ഞാൽ വല്ല മാറുമോ, ഇല്ല. കാരണം എന്താ, എല്ലാം ഹെക്സഗൺ അല്ലേ. ഇതിവിടെ ഇട്ടാലും മാറില്ല കേട്ടോ. ഓർത്തോക്കെ, എവിടെ ഇട്ട് കഴിഞ്ഞാലും സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, രണ്ടെണ്ണം വന്നാൽ റിലേറ്റീവ് പൊസിഷൻ വരും. ഒരാളാണെങ്കിൽ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒറ്റ പൊസിഷനാണ് കേട്ടോ. ഓർത്തോക്ക. അപ്പോൾ ഇത് C7H16 ആണെങ്കിൽ ഇതിന്റെ പേര് ടോളുവിൻ ആണ്. എന്താ വിളിക്കുന്നത്, ടോളുവിൻ കേട്ടോ. അത് പേടിക്കണ്ട, നമ്മൾ ഇനി കുറെ എന്താണ് ഇത് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ബെൻസിനോയിഡ് കോമ്പൗണ്ടുകളാണ്. ഇപ്പൊ കുറെ പഠിക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഇതും കൂടി എഴുതി വെച്ചോ എന്നാ. ഓക്കെ, നല്ല എന്തായാലും ചോദിച്ചതല്ലേ, അനദർ എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. അനലിനൊക്കെ അനലിൻ അവിടെ ഉണ്ട്, മുമ്പുള്ള ചാപ്റ്ററിലുണ്ട്, ഇതിനകത്ത് വരും. നീ ഉള്ള എല്ലാത്തിലും അത് വരും. നമ്മൾ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായി, ഓർമ്മയുണ്ടോ? ഫിനോൾ, അനലിൻ, ടോളുവിൻ, അനിസോൾ അല്ലേ, അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ബെൻസോയിക് ആസിഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അത് കണ്ട് ഫെമിലിയർ ആവണം കേട്ടോ. ഓക്കെ, ഇതും കൂടി എഴുതി വെച്ചു. ഹെപ്റ്റൈൻ ആണെങ്കിൽ ഹെപ്റ്റൈൻ C7H16 ഹെപ്റ്റൈൻ. ഈ സെയിം കണ്ടീഷൻ കൊടുത്താൽ എന്താ കിട്ടുന്നത്, ടോളുവിൻ.
ഈ കോമ്പൗണ്ട് പേര് കോമൺ നെയിം ആണ് കേട്ടോ ടോളുവിൻ. അയ്യൂപാക് നെയിം എന്തായിരിക്കും? മീഥൈൽ ബെൻസീൻ. കണ്ടോ കിട്ടി, മീഥൈൽ ബെൻസീൻ. ടോളുവിനും ഇപ്പൊ അയ്യൂപാക് നെയിം ആയിട്ട് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞു. ടോളുവിൻ എന്ന് പറഞ്ഞാലും മീഥൈൽ ബെൻസീൻ എന്ന് പറഞ്ഞാലും രണ്ടും റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ആണ് റിയാക്ഷൻ വിത്ത് സ്റ്റീം. റിയാക്ഷൻ വിത്ത് സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ ആരാ? വാട്ടർ അല്ലെ. ഓർത്തോ, അപ്പോ ഹൈഡ്രോ കാർബൺ ചെയിൻ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് എഴുതി വെക്കാം. മീഥേൻ റിയാക്ട് വിത്ത് സ്റ്റീം. മീഥേൻ റിയാക്ട് വിത്ത് സ്റ്റീം at 1273 Kelvin എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ. at 1273 Kelvin in the presence of nickel catalyst. ഏതാ? 1000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അധികം ടെമ്പറേച്ചർ അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസ് എത്രയാ? വാട്ടർ ബോയിൽ ചെയ്യുന്നത് കൈയിട്ടാൻ എന്തോരം ടെമ്പറേച്ചർ ഉണ്ടാവുന്നു? അതിന് 10 ടൈം എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റീം കേട്ടോ. ഓക്കെ ഓക്കെ, ഭയങ്കര ടെമ്പറേച്ചർ ആണ് കേട്ടോ. അത് വലിയ ടെമ്പറേച്ചർ ആണ്. ഈ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മുടെ എന്താക്കിയാവുന്നത് അയണൊക്കെ ലിക്വിഡ് ഫോമിലായിരിക്കും. അത്രയ്ക്ക് ടെമ്പറേച്ചർ ആണ് അല്ലേ. ഓക്കെ, പുറത്ത് നോക്കാം. Then methane react with steam at 1273 Kelvin in the presence of nickel catalyst. In the presence of nickel catalyst to form carbon monoxide and dihydrogen. Carbon monoxide and dihydrogen. Nickel catalyst to form. Nickel catalyst to form. എന്തൊക്കെയാ ഉണ്ടാവുന്നത്? കാർബൺ മോണോക്സൈഡ് ആൻഡ് dihydrogen. Carbon monoxide and dihydrogen. Carbon monoxide and dihydrogen. ഇല്ല, അത് കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. മനസ്സിലാവില്ല. സ്റ്റീം. സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. ആക്ച്വലി ഗ്യാസ് ആണ്. ജീന്ന് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റീം എന്ന് കൊടുക്കുക. ദെൻ എന്തൊക്കെ വരും? കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. 3H2. CH4 plus H2O gives CO plus 3H2. Then 7th heading, pyrolysis. 7th heading, pyrolysis. 7th heading, pyrolysis. Pyrolysis. പൈറോലിസിന്റെ മീനിങ് എന്താ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അല്ലെ. ബ്രേക്കിംഗ് കേട്ടോ. ഓർത്തോക്കാം. പൈറോലിസിസ് അല്ലെങ്കിൽ ക്രാക്ക് എന്നൊക്കെ പറയില്ലേ, ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കേണ്ട മെയിൻ കാര്യം എന്താന്ന് പറഞ്ഞാല് നമുക്ക് അറിയാം ഈ ഹൈഡ്രോ കാർബൺസ് എല്ലാം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഏറ്റവും കൂടുതൽ കാർബൺ എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് ആ ബാഗ് കണ്ടോ? ആരാണവൻ? നൈലോൺ അല്ലെ. എന്താ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഹൈഡ്രോ കാർബൺ. ഓക്കെ, അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന്? എവിടെ? ഈ സ്ഥലം ലാബിൽ നിന്നൊന്നുമല്ല. എവിടെ നിന്നാണ് അതിന്റെ ഒറിജിനേഷൻ? ഞാൻ ഇടക്ക് പറഞ്ഞിട്ടുണ്ട്, 10th ഇടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്രോളിയം പ്രൊഡക്ട്സ് കണ്ടോ, അവിടെ കിട്ടി. എന്തായിരുന്നു? പെട്രോളിയം പ്രൊഡക്ട്സ്. പെട്രോളിയം കേട്ടല്ലേ? പെട്രോൾ ഉണ്ടാവുമ്പോ അതിൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ. ഓക്കെ, പെട്രോളില് നമ്മൾ ക്രൂഡ് ഓയിൽ കേട്ടല്ലേ? ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇപ്പൊ അല്ലെ. നമ്മുടെ അതിന്റെ ഒരു ചെറിയൊരു പ്രോസസ് ഒക്കെ അതിന്റെ ക്രൂഡ് ഓയിലില് കുറച്ച് ആയിട്ട് എടുത്തിട്ട് ഇവിടെ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഇവിടെ കൊച്ചിൻ റിഫൈനറി അല്ലെ. കൊച്ചിൻ റിഫൈനറിയിലേക്ക് പമ്പ് ചെയ്തിട്ട് അവിടെ നമ്മൾ കുറച്ച് റിഫൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അത് ഇമ്പോർട്ടൻസ് വരുന്നത്? ക്രൂഡ് ഓയില് മെയിൻ ആയിട്ട് വരുമ്പോ ഏറ്റവും ടോപ്പില് എന്തായിരിക്കും വരുന്നത്? അതില് ഏറ്റവും ടോപ്പില് LPG അല്ലെ. LPG അല്ലെങ്കിൽ CNG രണ്ടും വരാം. CNG LPG ഒക്കെ ഗ്യാസുകളൊക്കെ ഏറ്റവും മുകളിൽ വരും. അത് കഴിഞ്ഞ പിന്നെ എന്ത് വരും? പെട്രോള്, ഡീസല് അല്ലെ. അങ്ങനെയുള്ളത് വന്നു. അതിലൊരു എണ്ണമാണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ വലിയ ചെയിൻ ആയിരിക്കും. ആ വലിയ ചെയിന നമ്മൾ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ ചെയിനാക്കും.
അങ്ങനെ ചെയിൻ ആക്കുമ്പോഴാണ് നമ്മൾ പോളിത്തീൻ കവർ എന്തായിരുന്നു പോളി ഈതീൻ ഈതീൻ എന്ന് പറയുമ്പോൾ എന്താ CH2 ഡബിൾ ബോണ്ട് CH2 അതിന്റെ ഗ്രാനുൾസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിത്തീൻ ആയിട്ടുള്ള എടുക്കാം അതിലൊരു ക്ലോറിൻ കൊടുത്ത PVC പൈപ്പായി അതിലൊരു CN കൊടുത്ത ഫ്രൈ പാൻ പോളി അക്രൈലോ നൈട്രൈൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ എഴുതാം ഇത് നൈലോൺസ് ആണ് ആക്ച്വലി അതും എന്ത് തന്നെയാണ് നോർമലി അല്ലെ പെട്രോളിയം പ്രൊഡക്റ്റുകളാണ് ആക്ച്വലി വരുന്നത് അപ്പോൾ ഹൈഡ്രോകാർബൺ ഈ പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാക്കണ്ടേ നമുക്ക് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓർത്ത് നോക്കുക ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഈ കിട്ടുന്ന വലിയ ചെയിന നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും എന്നിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്കുള്ള അല്ലെ മെറ്റീരിയൽസിലേക്കൊക്കെ ആകാനുള്ള ഒരു മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ അവിടെ എഴുതി വെച്ചു ഹയർ ആൽക്കെയിൻ ഓൺ ഹീറ്റിംഗ് higher alkanes on heating to higher temperature decompose into lower alkanes comma alkenes etc lower alkanes ആൽക്കീൻ ശ്രദ്ധിക്കുക ഒരെണ്ണം ANE മറ്റേന്തായിരിക്കും ENE എക്സെട്ര കേട്ടോ ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പോ ഒരു ബ്രേക്കിംഗ് നമുക്ക് നോക്കാം ഒരെണ്ണം എഴുതിയിട്ട് ബാക്കി നിങ്ങൾ പറയണം കേട്ടോ ഓക്കെ ഇവിടെ കൊടുത്തേക്കുന്ന ഹെക്സേന്റെ ആണ് ഹെക്സേൻ ആവണം നിർബന്ധമൊന്നുമില്ല ഹെപ്റ്റേനോ ഒക്ടേനോ പെന്റേനോ ഏത് വേണമെങ്കിൽ കൊടുക്കാം ബ്രേക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു റൂൾ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക C6H14 ഇതിനെ ഞാൻ ബ്രേക്ക് ചെയ്യാണ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം ANE എന്നും മറ്റേതെന്ത് പറയണം ENE അപ്പോ ഇത് ടോട്ടൽ എത്രയുണ്ട് 6 ആണ് 6നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 4ഉം 2 ആയിട്ട് എനിക്ക് ബ്രേക്ക് ചെയ്തുകൂടെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും C4 ഇത് ANE ആക്കാണ് ആക്ച്വലി C4 അപ്പൊ എന്തായിരിക്കും ഡബിൾ ചെയ്തിട്ട് 2 ചെയ്താൽ എന്ത് കിട്ടും H10 ബാക്കി എന്തായിരിക്കും 2 ഉണ്ട് അല്ലെ അപ്പൊ എന്തായിരിക്കും C2 H എന്തായിരിക്കും 4 ആണോ ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയേ 4 + 2 6 10 + 4 15 ഇതിന്റെ പേരെന്തായിരുന്നു ബ്യൂട്ടൈൻ പ്ലസ് എന്തായിരിക്കും ഈതീൻ ENE കണ്ടോ ഡബിൾ ബോണ്ട് ഓക്കെ അടുത്ത ബ്രേക്കിംഗ് ഇപ്പോ 773 കെൽവിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവാം പിന്നെ ചാൻസ് എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിയേ വിമൽ പറ ടോട്ടൽ 6 ഇതിനെ 4ഉം 2 ആയിട്ട് ബ്രേക്ക് ചെയ്യാം പിന്നെന്താ ഓപ്ഷൻ C3H8 പ്ലസ് എന്ത് വരും C2 ആണ് C3 H6 ഉണ്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ പേരെന്തായിരുന്നു ആദ്യത്തെ പേര് പ്രൊപ്പെയിൻ അടുത്തെന്തായിരിക്കും പ്രൊപ്പീൻ ഒരു രീതിയും കൂടി അല്ലേ ഇതിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും പറ ശരിയാ 5ഉം 1ഉം അല്ലേ ഓക്കെ അപ്പൊ 1 എന്തായിരിക്കും CH4 മീഥെയിൻ ഇനി മറ്റേതിന്റെ പേരെന്തായിരിക്കും പറഞ്ഞു ഇത് C5 H എത്ര വരും ഡബിൾ ചെയ്തിട്ട് 2 ആഡ് ചെയ്യും അപ്പൊ എത്രയായിരിക്കും 12 അല്ലേ ഡബിൾ ചെയ്തിട്ട് 2 ആഡ് ചെയ്യണം അപ്പൊ ഇതിന്റെ പേരെന്താ ഇല്ല ഇവിടെ 10 വരെ ഉള്ളൂ അല്ലേ 10 വരെ ഉള്ളൂ ENE അല്ലേ പെന്റീൻ 10 ആണ് കേട്ടോ കാരണം ഒരെണ്ണം ANE ഒരെണ്ണം ENE ആയിരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ മാക്സിമം പോസിബിലിറ്റി ഇങ്ങനെ ക്രാക്കിങ്ങിന് വരും കേട്ടോ ഓക്കെ വേഗം എഴുതി വെച്ചു അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത്രയാണ് ഇതിന്റെ പോസിബിലിറ്റീസ് വരുന്നത് ഇനിയും വരാം ഇനി എന്താണ് ആക്ച്വലി 3 ആയിട്ടൊക്കെ ബ്രേക്ക് ചെയ്യാമല്ലോ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് 2 2 1 അങ്ങനെ ബ്രേക്ക് ചെയ്യാം പക്ഷെ ഇപ്പൊ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി എന്നാലേ കറക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല 2 ANE ആയിട്ട് വരൂ ഇല്ല അതുകൊണ്ടാ കേട്ടോ ഇല്ല വരില്ല YNE വരില്ല ANE ഉണ്ടാവുള്ളൂ ANE ENE
കൂടുതൽ ക്രാക്കിംഗ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റുകൾ 3 ഉണ്ട്, ഇത്രയെങ്കിലും ഓർത്തോ. ചോദിച്ചോ എന്താണ്? മോനെ ചോദിച്ചോ, പറഞ്ഞോ. 620 എന്നുവെച്ചാ? ഓ ഇന്ന് അങ്ങനെയാണല്ലേ, എനിക്ക് ഇപ്പഴാ കിട്ടാ. ഓക്കെ, അത് ടൈപ്പ് മാറിപ്പോയേക്കാന്നാ കേട്ടോ. അതെ, ഞാൻ 20 മിനിറ്റ്സ് എക്സ്ട്രാ എടുക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരിക്കും മാറിപ്പോയി കേട്ടോ. അടുത്തൊരു കുഞ്ഞു ടോപ്പിക് കൂടിയുണ്ട്, കൺഫർമേഷൻ. ഹെഡിങ് എഴുതി കേട്ടോ, കൺഫർമേഷൻ. കൺഫർമേഷൻ ചോദിച്ചു, അവളെ വിളിച്ചു. കൺഫർമേഷൻ ബി പഠിച്ച 7 ടോപ്പിക് ഒന്ന് ഓർഡറിലൊന്ന് പറഞ്ഞേ. ആദ്യത്തെ എന്തായിരുന്നു? ഫസ്റ്റ് എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. സെക്കൻഡ് എന്തായിരുന്നു? കമ്പഷൻ. തേർഡ് കൺട്രോൾ ഓക്സിഡേഷൻ. ഫോർത്ത് എന്തായിരുന്നു? ഐസോമറൈസേഷൻ. ഫിഫ്ത്ത് ആരോമാറ്റൈസേഷൻ. സിക്സ്ത് റിയാക്ഷൻ വിത്ത് സ്റ്റീം. 7 പൈറോലിസിസ്. ഇപ്പൊ പറയണം ഓർഡറിൽ. ഹരി ഓക്കെ ആണ്? വേഗം പറഞ്ഞോ. മീനാക്ഷി ഓക്കെ ആണോ? പറഞ്ഞോ. വേഗം നോക്ക് എന്നിട്ട് പറഞ്ഞു. തീർത്ത് റെഡിയാണ് അല്ലേ? നല്ല വെച്ചായിട്ട് പറഞ്ഞു. ഒന്ന് ഓർഡറിൽ പറഞ്ഞു, ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പറഞ്ഞോ. സബ്സ്റ്റിറ്റ്യൂഷൻ, കൺട്രോൾഡ് ഓക്സിഡേഷൻ, കമ്പഷൻ, ഐസോമറൈസേഷൻ റൈറ്റ് ആണ്. ആരോമാറ്റൈസേഷൻ, സ്റ്റീം, പൈറോലിസിസ്. ഒരു ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, അവിടെ പറഞ്ഞു കഴിഞ്ഞു. മോൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞോ, നോക്ക് ഓർഡറിലെ കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഹെഡിങ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. വേർഡിംഗ് അല്ല, ആ റിയാക്ഷൻസുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കുക റിയാക്ഷൻസ്. പിന്നെ ആദ്യത്തിൽ എന്തുണ്ട്? മെക്കാനിസം ഉണ്ട്. ബാക്കിയുള്ളതിന് മെക്കാനിസം ഇല്ല, പക്ഷെ കറക്റ്റ് ഓർഡറിൽ കിട്ടണം. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ, കൺഫർമേഷൻസ്. കൺഫർമേഷൻ ഡെഫിനിഷൻ എഴുതി വെക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് എന്താന്ന് പറഞ്ഞുതരാം. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം. ഡെഫിനിഷൻ എഴുതുക കേട്ടോ. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു. എഴുതുക കേട്ടോ. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം. Spatial arrangement of atoms which can be converted into one another by rotation around CC single bond are called conformations. CC single bond are called conformations or rotamers. ROTAMERS വേറെ പേരാണ് കേട്ടോ. or rotamers. ROTAMERS. then അതിന് താഴെ എഴുതി വെക്കുക കൺഫർമേഷൻ ഓഫ് ethane. കൺഫർമേഷൻ ഓഫ് ethane. കൺഫർമേഷൻ ഓഫ് ethane കേട്ടോ. ഓക്കെ, അപ്പോ ഇതെന്താണ് കൺഫർമേഷൻ എന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പോവാം. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ 3D വരണം കേട്ടോ. ഓർത്ത് നോക്കുക. 3D വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ 3D ആലോചിക്കണം കേട്ടോ. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ 3D ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓർമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ. 3D കേട്ടോ. ഓക്കെ,
3D പുതിയ സിനിമയൊക്കെ വരുന്നുണ്ട്, അവതാർ ഉണ്ടല്ലേ? അപ്പൊ അതുപോലെയൊക്കെ ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഈ ഹാൻഡ് ഇവിടെ ഓർത്ത് നോക്കാം. വേറെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, നല്ലൊരു ബോൾ പോലെ. ഇല്ല, ഇവിടെ നിൽക്കട്ടെ. ദെൻ ഈ എൻ്റെ ഒരു ഹാൻഡ് കാർബൺ ആണ്. ഇത് നോക്കി, ഇതാരാണ്? കാർബൺ. ഇതാരാണ്? കാർബൺ. ഇതാ ഇത് നോക്കുക, ഇതാരാണ്? ഹൈഡ്രജൻ. ഈ ഫിംഗർ ആരാ? ഹൈഡ്രജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? CH3. ഇതെന്താണ്? CH3. കാണാൻ പറ്റണല്ലേ CH3? ഇത് CH3. ഇവർ നമ്മൾ ജോയിൻ ചെയ്തു. CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിനെന്താ വിളിക്കുക? ഈഥെയ്ൻ. ഇതിനെന്താ വിളിക്കുന്നത്? ഈഥെയ്ൻ. കൺഫർമേഷൻ പറയുന്നത് ഇത് കണ്ടോ, ഈ ഫിംഗർ കണ്ടോ ഒരേപോലെ ഇരിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും തമ്മിൽ എന്താണ്? ഏറ്റവും അടുത്ത് അല്ലെ? ഇങ്ങനെ നിൽക്കുന്നു. കണ്ടോ, ഓർത്ത് നോക്കാം. ഇത് വേറെ ഹൈഡ്രജൻ ആണ്. കണ്ടോ, ഓർത്ത് നോക്കാം. ഈ ഫിംഗർ താഴേക്കാണെന്ന് കരുതാം, 3D ആണ്, കൈ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് താഴെയാണെന്ന് ഓർത്ത് നോക്കുക. ഇവരുടെ റിലേറ്റീവ് പൊസിഷൻ കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഈ ഫിംഗർ നോക്കുക, അത് കണ്ടോ, ഇത് ബാക്കി ഹൈഡ്രജൻ നിങ്ങൾ താഴെ ഉണ്ടെന്ന് കരുതിയാൽ മതി. ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ അടുത്തടുത്ത് ഇതുപോലെ ഇങ്ങനെ നിന്നാൽ ഇതിനെ വിളിക്കുന്ന പേര് എക്ലിപ്സ്. എന്താ വിളിക്കുന്നത്? എക്ലിപ്സ്. ഇങ്ങനെ കണ്ടോ, ഓർത്ത് നോക്കുക. 3Dയിലാണ്. 3Dയിൽ അവരെ എങ്ങനെ നിൽക്കും? ഏറ്റവും അടുത്ത് നിൽക്കും അല്ലെ? അഡ്ജസന്റ് ടുഗദർ ആയിട്ട് നിൽക്കും. അങ്ങനെ വന്നാൽ അതിനെ എന്ത് വിളിക്കും? എക്ലിപ്സ്ഡ്. ദെൻ ഇത് 3Dയിൽ ഇങ്ങനെ തിരിക്കും. അപ്പൊ എന്ത് പറ്റും? സ്റ്റാഗേർഡ്. എന്ത് വിളിക്കും? സ്റ്റാഗേർഡ്. കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുമല്ലോ അല്ലെ? 3 കാർബൺ വരുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കും. പടമൊക്കെ വരക്കാം. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് എന്താ കൺഫർമേഷൻ എന്ന് എഴുതി വെച്ചേക്കുന്നത്? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് atom which can be converted into one another by rotation. ഉണ്ടോ? റൊട്ടേഷൻ. ആരൊക്കെ തമ്മിലാ റൊട്ടേറ്റ് ചെയ്യുന്നത്? എവിടെ നോക്കിയേ, ഇതുണ്ടോ? സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഇട്ടാ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സിംഗിൾ ബോണ്ടുകളുള്ള സ്ഥലത്ത് മാത്രം ഇങ്ങനെ റൊട്ടേഷൻ വരും. സിംഗിൾ ബോണ്ട് വന്നാൽ എന്ത് വരും? റൊട്ടേഷൻ. ആ റൊട്ടേഷൻ വരുമ്പോൾ അതുകൊണ്ടോ ഈ ഹൈഡ്രജൻ ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ഈ റൊട്ടേഷനിൽ കൂടുതൽ ഡിസ്റ്റൻസ് വന്നാൽ അതിനെ സ്റ്റാഗേർഡ് എന്നും, നിയർ ബൈ വന്നാൽ എന്തായിരിക്കും വിളിക്കുന്നത്? എക്ലിപ്സ്ഡ്. ഓർത്ത് നോക്കാം. നിയർ ബൈ വന്നാൽ എന്തായിരിക്കും? എക്ലിപ്സ്ഡ്. കേട്ടോ. ഓക്കെ, അത് പിക്ചറൊക്കെ വരക്കാനുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. എക്ലിപ്സ്ഡ് എന്ന് എഴുതി വെക്കുക. ECLIPSED. ECLIPSED. എക്ലിപ്സ്ഡ്. 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 ഇതാണ് എക്ലിപ്സ്ഡ്. കേട്ടോ. ഓക്കെ, ഡെഫിനിഷൻ എഴുതാം, എന്നിട്ട് വരക്കാനൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് എഴുതി വെക്കുക. കൺഫർമേഷൻ ഇൻ വിച്ച് കൺഫർമേഷൻ ഇതിന്റെ അണ്ടറിലാണ് എക്ലിപ്സ്ഡ്. കൺഫർമേഷൻ ഇൻ വിച്ച് ഹൈഡ്രജൻ atoms attached to 2 carbon two carbons are as close together as possible. ആ വേർഡ് അണ്ടർലൈൻ ചെയ്യുക. as close together as possible is called eclipsed. അടുത്തത് staggered. 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 അവിടെ സ്റ്റാർട്ട് ചെയ്യുക. കൺഫർമേഷൻ ഇൻ വിച്ച് ഇപ്പൊ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ. കൺഫർമേഷൻ ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റം കൺഫർമേഷൻ ഇൻ വിച്ച് ഹൈഡ്രജൻ ആറ്റം attached to 2 carbon are as far as apart possible. as far FAR apart 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 as possible. as far apart as possible. ആ വേർഡ് അണ്ടർലൈൻ ചെയ്യാം. as far apart as possible is called staggered.
ഈസ് കോൾഡ് സ്റ്റാഗേർഡ്. ദെൻ ഇത് 3D-യിലാണ്. 3D-യിൽ നന്നായിട്ട് വരക്കാനായിട്ടുള്ള കഴിവുള്ള രണ്ടാൾക്കാർ വന്ന്, ഒന്ന് സേവ് ഹോഴ്സ് പ്രൊജക്ഷൻ ആൻഡ് ന്യൂമാൻ, രണ്ടാൾക്കാരാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ രണ്ടുപേര് 3D-യിൽ ഇതിനെ വരച്ചു വെച്ചേക്കുന്ന ഒരു രീതിയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ എക്ലിപ്സ് വരക്കുന്നത് ഈ പറയുന്ന SAW ആണ്, സേവ് ഹോഴ്സ് എന്നാണ് ആക്ച്വലി, SAWHORSE കേട്ടോ, സേവ് ഹോഴ്സ് പ്രൊജക്ഷൻ ആണ് പറയാ. അപ്പൊ ആ രീതിയിൽ വരക്കാം. അപ്പൊ ഇതുപോലെ രണ്ട് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ആ സയന്റിസ്റ്റ് വരച്ച മെത്തേഡും ശ്രദ്ധിക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. ഇതുപോലെ രണ്ട് ഹെഡിങ് വരച്ചിട്ട് നിങ്ങൾ വരക്കാവൂ. ആ സയന്റിസ്റ്റ് വരക്കുന്നത് നോക്കി, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വരക്കണം. വരക്കാൻ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കണ്ടോ. ഇത് രണ്ടും പാരലാണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെയും ഒരു കാർബൺ ഉണ്ട്. ഇതപ്പോ എന്തായിരിക്കും? ഹൈഡ്രജൻ. ഇതെന്തായിരിക്കും? ഹൈഡ്രജൻ. ഈ ഹൈഡ്രജന് ഈ രണ്ടും അടുത്തടുത്ത് വരും കണ്ടോ, ഓർത്ത് നോക്കുക. 3D-യിലാണ് ആലോചിക്കേണ്ടത്. 3D-യിൽ അങ്ങനെ വരുമ്പോഴാണ് അതിന് ആ സയന്റിസ്റ്റ് പറയുന്നത്. ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ടോ? കണ്ടോ, ബാക്കി 2 ഹൈഡ്രജൻ. അപ്പൊ ഇത് കണ്ടോ, ഇതും സെയിം ആയിട്ട് വന്നു, ഇതും അടുത്തടുത്ത് വന്നു, ഇതും അടുത്ത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് ഈ സയന്റിസ്റ്റ് പറഞ്ഞ എക്ലിപ്സ് എന്ന് പറയുന്നത്. സ്റ്റാഗേർഡ് ആ സയന്റിസ്റ്റ് വരച്ച ഇങ്ങനെയാണ്. ഇത് വരക്കുന്ന മെത്തേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരാം 3D-യിലൊക്കെ വരക്കുമ്പോൾ. ഇങ്ങനെ വരക്കുക, ഇങ്ങനെ വരക്കുക, എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വരക്കുക പാരലായിട്ട് കണ്ടോ. മറ്റേത് ഇങ്ങനെ, മറ്റേതെന്തായിരിക്കും? ഓപ്പോസിറ്റ്. ഇനി നിങ്ങൾ വരക്കുമ്പോൾ ഇത് കണ്ടോ, ഇത് പേന കൊണ്ട് വരച്ചിട്ട് ഇത് രണ്ടും പെൻസിൽ കൊണ്ട് വരക്കുക. അപ്പൊ ടീച്ചേഴ്സിന് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ 3D-യിൽ നിങ്ങൾ വരച്ചതാണ്, ഇത് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതാവും കണ്ടോ. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാം അല്ലേ. ഇത് കണ്ടോ, ഇത് ഏറ്റവും മാക്സിമം എന്തായിരുന്നു? ആസ് ഫാർ അപ്പാർട്ട് ആസ് പോസിബിൾ കണ്ടോ. ഈ ഹൈഡ്രജൻ അല്ലേ ഏറ്റവും അടുത്തിരുന്നതാണ്, അത് തിരിഞ്ഞ് കണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് അത് എന്ത് വിളിക്കുന്നത്? ഈ രീതിയിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് പിക്ചറും വരച്ചത് ആരായിരുന്നു? സേവ് ഹോഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനെ വിളിക്കുന്നത് സേവ് ഹോഴ്സ്, സേവ് ഹോഴ്സ് പ്രൊജക്ഷൻ എക്ലിപ്സ് സ്റ്റാഗേർഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അതുപോലെ വേറെ സയന്റിസ്റ്റ് ആണ് ന്യൂമാൻ. ന്യൂമാൻ പ്രൊജക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ന്യൂമാൻ വരച്ചാണ് ഇനി കൊണ്ടുവരുന്നത്. അപ്പൊ സേവ് ഹോഴ്സ് ഇതുപോലെ കേട്ടോ, എക്ലിപ്സ് സ്റ്റാഗേർഡ് എഴുതാ, സേവ് ഹോഴ്സ് ഇതുപോലെ വരച്ചു നോക്കാം. ഈ ന്യൂമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വരച്ചത് 3D-യിൽ നേരെ നിൽക്കുന്ന ഒരു വ്യൂവിലാണ് ആക്ച്വലി വരുന്നത്. ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ആ സ്പിയറിന്റെ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് ആ സയന്റിസ്റ്റ് കൊണ്ടുവന്നത്. ഇത് വരച്ചിട്ട് നമുക്കതും കൂടി വരച്ചിട്ട് കേട്ടോ മൈൻഡപ്പ് ചെയ്യാൻ ക്ലാസ്. എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ഫാർ അല്ലെ, സോറി, ക്ലോസ് ടുഗദർ ആസ് പോസിബിൾ, ഏറ്റവും അടുത്തടുത്ത് നിൽക്കുന്നു അല്ലെ. മറ്റേതെന്തായിരുന്നു? ആസ് ഫാർ അപ്പാർട്ട് ആസ് പോസിബിൾ ആണ് അല്ലെ. ഇനി ഇത് വരച്ചിട്ട് മറ്റേത് വരക്കാം. ന്യൂമാൻ 3D-യിൽ നോക്കിയ വേറൊരു വ്യൂ ആണ്. ഇതൊരു കാർബൺ ആണെന്ന് കരുതാം. ഇതിന്റെ തൊട്ട് ബാക്കിൽ, നേരെ ബാക്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഇയാളാ അല്ലേ. സൈഡിൽ ചെറുതായിട്ട് കണ്ടാലായി എന്നുള്ളൂ. അതുപോലെയാണ് പറയുന്നത്. ഈ സയന്റിസ്റ്റ് വരച്ചത് ഇതാണ്. അത് നോക്കിയേ, ഇതാണ് ഫസ്റ്റ് കാർബൺ. ഇതിന്റെ ബാക്കിൽ ഒരു കാർബൺ ഉണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്? ഇല്ല, അതാ പറഞ്ഞു, ഇതിന്റെ ബാക്കിലുണ്ട് വിചാരിച്ചേക്കണം. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ ഈ കാർബണിന്റെ ഹൈഡ്രജൻ കണ്ടോ, ഓർത്ത് നോക്കാം. സോറി, ഇങ്ങനെ വരാം, നേരെ വരാം. ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ഇങ്ങനെ വന്നു, അടുത്ത ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ കണ്ടോ, ഓർത്തോ. ഇതിന്റെ ബാക്കിലുള്ള കാർബൺ എന്ന് പറയും തൊട്ട് ബാക്കിലായതുകൊണ്ട് കാണാനായിട്ട് പറ്റൂല. പക്ഷെ ഹൈഡ്രജൻ ഇടയ്ക്ക് ഇങ്ങനെ തല ഇങ്ങനെ കാണാം. ഹൈഡ്രജൻ വരക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് ഹൈഡ്രജൻ. ഇതിന്റെ ഇത് വരും. ഈ റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് ഇവിടെ കൊടുക്കാവും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും. തൊട്ടടുത്ത് തന്നെ വരക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉള്ള രീതിയിലാണ് ആ സയന്റിസ്റ്റ് വരച്ചേക്കുന്നത്. ഒരു കാര്യം ചെയ്തു കേട്ടോ, ഇവിടെ എച്ച് എഴുതാനുണ്ട്, ഇവിടെയൊക്കെ എച്ച് ഉണ്ട് കേട്ടോ, എച്ച് ഉണ്ട്. ആ ലോഗോക്ക് ഇവിടെ നിന്ന് എടുത്താണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നിന്ന് എടുത്താണ്, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തോളാം. അല്ല, മെഴ്സറിസിന്റെ ലോഗോ ഇവിടെ നിന്ന് കൊടുത്താണെന്ന് പറഞ്ഞാ കെമിസ്ട്രി. ആ പിന്നെ അറിയില്ലേ, വേണേ വിളിച്ചു ചോദിച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം.
ഓണറെ വിളിച്ചു, ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു കേട്ടോ. എച്ച് ഉണ്ട് കേട്ടോ, ഇവിടെ എച്ച് എഴുതണം. വരച്ചോ. സ്റ്റാഗേർഡ് എന്തായിരിക്കും അപ്പോ? സ്റ്റാഗേർഡ് വരുമ്പോ ആദ്യത്തെ വരക്കുന്നത് സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. റൗണ്ട് ഹൈഡ്രജൻ ഇതുപോലെ വരക്കാം. ഫസ്റ്റ് കാർബൺ ആറ്റം, ദെൻ ഇതിന്റെ ബാക്കിലുള്ള കാർബൺ ആറ്റത്തിന്റെ ഹൈഡ്രജൻ വരക്കുമ്പോൾ കറക്റ്റ് മിഡിലായിട്ട് വരക്കാം. അത് കണ്ടോ, ഇവിടെ എച്ച്, ഇവിടെ എച്ച്, എച്ച്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, സേവ് ഹോഴ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 3Dയിൽ ഇത് രണ്ടും ഈ രീതിയിൽ റെപ്രസെന്റേറ്റ് ചെയ്തു. അതുപോലെ ന്യൂമാൻ എക്ലിപ്സിനെയും സ്റ്റാഗേർഡിനെയും ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു കേട്ടോ. ഓക്കെ, അതന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണിത്, ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് കേട്ടോ. നോക്കാം. ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ. ഇനി ഇതിൽ 2-3 ഇതുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരാളുണ്ടാവും, അതാരായിരിക്കും? ദേ ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കല്ലേ, ഇതാണ് ഹൈഡ്രജൻ അല്ലേ? ഓക്കെ, ഹൈഡ്രജൻ, ഇത് ന്യൂമാൻ ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ വന്ന ന്യൂമാൻ അല്ലെ, ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ഇങ്ങനെ കാണുള്ളൂ, ഇതാണ് ന്യൂമാൻ അല്ലെ. ഇങ്ങനെ വന്ന ആരാ? സേവ് ഹോഴ്സ് അല്ലെ, ഓർത്ത് നോക്കാം. SAWHORES, സേവ് ഹോഴ്സ്. ഓക്കെ, ഇനി ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോഴാണ് എന്തായ എക്ലിപ്സ് മാറി സ്റ്റാഗേർഡ് ആയെന്ന്. ഇതിന്റെ ഇടയിലൊരു സിറ്റുവേഷൻ വരില്ലേ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനെ വിളിക്കുന്ന പേര് സ്ക്യൂ. സ്ക്യൂ കേട്ടോ, ഓർത്ത് നോക്കാം. SKEW, സ്ക്യൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഓർത്ത് നോക്കുക, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്താ പഠിച്ചേ? കൺഫർമേഷൻ. എന്താണ് കൺഫർമേഷൻ? സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം അല്ലെ, ഓർത്ത് നോക്കുക. ആരൊക്കെ തമ്മില്? CC സിംഗിൾ ബോണ്ട്. എന്തുകൊണ്ടാ സിംഗിൾ ബോണ്ട് വന്ന എന്ത് ചെയ്യും? പറയേ, റൊട്ടേഷൻ വരും. ഡബിൾ ബോണ്ടിന് ഇത് പറ്റുമോ? ഇല്ല. ഓർത്ത് നോക്കുക, 2 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് അല്ലെ. ക്ലോസ് ആയിട്ട് വന്ന ആരാണ്? എക്ലിപ്സ്. ഓപ്പോസിറ്റ് ആയി വന്ന സ്റ്റാഗേർഡ്. അങ്ങനെ ഓർത്ത് നോക്കുക. ഒന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.